ഡിയർ സ്റ്റുഡൻസ്, നീറ്റ് 2024 വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഏറ്റവും മനോഹരമായി നിങ്ങൾ ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ സ്കോറുകൾ യൂണിറ്റ് എക്സാമുകൾക്ക് കിട്ടുന്നത് ഒരു സാധാരണ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഏറ്റവും നല്ല തരത്തിലുള്ള സ്കോറിംഗ് ഈ എക്സാമുകളിലൂടെ ലഭിക്കുന്നു. ഒത്തിരി സന്തോഷം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ലൈവ് വീഡിയോസാണ് ഈ ദിവസങ്ങളിലായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ക്ലാസ് 11, ക്ലാസ് 12 നീറ്റ് സിലബസ് എടുക്കുമ്പോൾ സ്കോറിംഗ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ ബ്രെയിൻഡ് ആയിട്ടുള്ള റാങ്ക് തീരുമാനിക്കുന്ന ചില ചാപ്റ്ററുകളും. റാങ്ക് തീരുമാനിക്കുന്ന ക്ലാസ് 11 സെക്കൻഡ് ഓളിയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ടോപ്പിക്കുകളാണ് നിങ്ങളുടെ മുന്നിൽ. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും തെർമോഡൈനാമിക്സും കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും അതോടൊപ്പം വേവ്സും. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മിനിമം 4 ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യുന്ന 4 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതിന് ഒരു 2 to 3 years ബാക്ക് 6 to 7 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിരുന്ന 4 ചാപ്റ്റേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ ട്രെൻഡ് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് തീരുമാനിക്കുന്ന ചാപ്റ്ററുകളിൽ ആണ് ഈ 4 ആദ്യം നമുക്ക് ഓരോ ചാപ്റ്റർ വൈസായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കണ്ടൻറ്റിനോടൊപ്പം ഡിസ്കസ് ചെയ്യാൻ. റിവിഷനാണ് ഉദ്ദേശിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ നമുക്ക് കണ്ടുപോകാം. ആദ്യം തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് അതിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കുകളാണ്. കണ്ടക്ഷനും റേഡിയേഷനും ഒക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ്. നമ്മുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഒരു വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ചോദ്യമായിട്ട് വരാൻ സാധ്യത കൂടിയ ടോപ്പിക്കുകളെന്ന് പറയുന്നത് റേഡിയേഷനും കണ്ടക്ഷനുമാണ്. ഓർത്തിരിക്കുക. തൊട്ടടുത്ത ചാപ്റ്റർ തെർമോഡൈനാമിക്സിലേക്ക് പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ തെർമോഡൈനാമിക് പ്രോസസ്സസ്. അതിൽ ഐസോതെർമൽ പ്രോസസ്സും അഡയബാറ്റിക് പ്രോസസ്സും. ഗ്രാഫിക്കൽ അനാലിസിസ് ഈ ഒരു ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻ്റാണ്. അതുകൊണ്ട് തന്നെ അത്തരം ക്വസ്റ്റ്യനുകൾ ഉറപ്പായിട്ടും ബ്രില്യൻ്റ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ആൻഡ് അടുത്ത ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ചില വർഷങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ വന്നിരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമ്പർ 1 ആയിട്ട് ഏത് ടോപ്പിക് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജിയുമാണ്. ദെൻ RMS സ്പീഡും പ്രഷറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ്സുകളാണ്, ചോദിക്കാൻ സാധ്യതയുള്ള കോൺസെപ്റ്റാണ്. ദെൻ വേവ്സ് എന്നുള്ള കോൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സിലബസ് പ്രകാരം നമുക്ക് ബീറ്റ്സ്, അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ് അല്ലെങ്കിൽ ഓപ്പൺ ക്ലോസ്ഡ് പൈപ്പ് അവർ ബേസ് ചെയ്തിട്ടുള്ള ഹാർമോണിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകൾ. ആൻഡ് ദെൻ ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സാധാരണ ഒരു കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ബേസ് ചെയ്യേണ്ട കോൺസെപ്റ്റ്സുകൾ. സോ വൺ ബൈ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ് നമ്മുടെ മുന്നിൽ നിൽക്കുക. സോ ടെമ്പറേച്ചർ സ്കെയിൽ ബേസ് ചെയ്ത് ഓരോ കണ്ടൻറ്റ് വരുമ്പോഴും ഒരു റിവിഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ ബ്രില്യൻറ്റിലെ അധ്യാപകർ തന്ന നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ബ്രെയിൻ പോയിൻറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതുകൂടെ വെച്ച് ആ ടോപ്പിക് ആസ് എ ഹോൾ ഒന്ന് കാണാനുള്ള ഒരവസരം കൂടി ആയി ഇതിനെ കണക്കാക്കുക. സോ നമുക്ക് സിമ്പിളായിട്ട് ടെമ്പറേച്ചർ സ്കെയിൽ വരുമ്പോൾ നമ്മുടെ സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ സ്കെയിലുകളെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല ഏത് ഫോൾട്ടി തെർമോമീറ്റർ ആണെങ്കിൽ പോലും, ഏത് ലീനിയർലി വേരിയിങ് തെർമോമെട്രിക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ സ്കെയിലാണെങ്കിൽ പോലും ഓർക്കുക, ദാറ്റ് ആ ഒരു ടെമ്പറേച്ചർ സ്കെയിലിലെ വാല്യൂ എക്സ് എന്നുള്ള ഒരു തെർമോമെട്രിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എക്സ് മൈനസ്
its a lower fixed point by that upper fixed point minus that lower fixed point is a constant. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എക്സ് എന്ന് പറയുന്ന തെർമോമെട്രിക് പ്രോപ്പർട്ടി അതേതും ആയിക്കോട്ടെ, നമുക്കറിയാം ഇറ്റ് മേ ബി the length of the mercury column in liquid mercury thermometers, or it may be the variable is pressure for constant oleum thermometer, or oleum for constant pressure thermometer, or resistance for resistance platinum thermometer, whatever may be the case. X ആണ് അതിൻ്റെ പാരാമീറ്റർ എങ്കിൽ x minus lower fixed point by upper fixed point minus lower fixed point is a constant. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കെയിലിലേക്ക് വരുന്ന സമയത്ത് നമുക്കിങ്ങനെ എഴുതാം. അത് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമുക്കറിയാം ദാറ്റ് സി മൈനസ് 0 ബൈ അവൻ്റെ അപ്പർ ഫിക്സഡ് പോയിൻറ്റ്. നമുക്കറിയാം അപ്പർ ഫിക്സഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോയിലിംഗ് പോയിൻ്റ് വാട്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ലോവർ ഫിക്സഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐസ് ബാത്തിലെ ടെമ്പറേച്ചറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ, സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് സി മൈനസ് 0 ബൈ the 100 minus 0 is equal to, for Fahrenheit we can write it to be, its lower fixed point is nothing but equal to 32. That division by as 212 minus 32 and should equal to, yes exactly, that Kelvin scale as K minus 273.15, that division by as 373.15 minus 273.15. അപ്പോൾ അതിൻ്റെ ഇൻ്റർവെല്ലുകൾ ബേസ് ചെയ്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കോൺസെപ്റ്റ് ഓർക്കുക. C/5 എന്ന് പറയുന്നത് F minus 32 by that 9 is equal to, that is K minus 273.15, that division by that 5. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. ചില വർഷങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് തന്നിരുന്നാൽ ഫാരൻഹീറ്റിൽ ആ ടെമ്പറേച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ എഫ് തന്നിരുന്നാൽ കെൽവിൻ എന്ത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ തന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എങ്ങനെ. ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ 25 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്രയാണ്. അപ്പോൾ ഇവനെ ഒന്ന് ഡിഫറൻസിയേഷന് വിധേയമാക്കിയാൽ വി ക്യാൻ സിംപ്ലി സേ ആസ് ഡെൽറ്റ C/5 it should equal to as a delta 5 by 9 and should equal to the delta K by 5. അപ്പോൾ കെൽവിൻ സ്കെയിലിലും അതോടൊപ്പം തന്നെ നമ്മുടെ സെൽഷ്യസ് സ്കെയിലിലും ഒരേ ചേഞ്ച് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അടുത്ത്. നിങ്ങളും കൂട്ടത്തിൽ ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. സോ വി ക്യാൻ ഗോ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ സ്പോട്ട് ചെയ്ത് പെട്ടെന്ന് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. എ ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. ടെമ്പറേച്ചർ സ്കെയിലുമായിട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് 2008 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. On a new scale of temperature which is linear and called the W scale, the freezing and the boiling point of water as 39 and 239 respectively. അപ്പോൾ നമുക്ക് W എന്നൊരു സ്കെയിൽ നമുക്ക് തന്നിരിക്കുകയാണ്. അവൻ്റെ ലോവർ ഫിക്സഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 39 ഡിഗ്രി ഡബ്ല്യുവും അതോടൊപ്പം അപ്പർ ഫിക്സഡ് പോയിൻ്റ് നമുക്ക് തന്നിരിക്കുകയാണ് ദാറ്റ് ഈസ് ഈക്വൽ 239 ഡബ്ല്യു. What will be the temperature on the new scale corresponding to a temperature of 39 degrees Celsius on Celsius scale? So we need to find what is the temperature read by the W scale if that temperature is measured by the Celsius scale is 39 degrees Celsius. So for either scale, you know the concept there. So the W minus its lower fixed point by that upper fixed point minus the lower fixed point should be equal to Celsius concept, you know. It should be equal to C minus its lower fixed point by its upper fixed point, you know. It is 100, that is 100 minus 0. And you know the case for the lower fixed point, it is for W, it is 39 by, that is 239 minus 39 and it should equal to C by 100. അപ്പോൾ ഇവിടെ C എന്ന് പറയുന്നത് 39
ഡിഗ്രി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, 39. സോ അങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ പെട്ടെന്ന് ആൻസർ ചെയ്യണം കേട്ടോ. യെസ്, സോ ഇത് 39 ആണെങ്കിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്താൽ വി ക്യാൻ റൈറ്റ് ടു ബി എസ് വി ഡബ്ല്യു മൈനസ് 39 ബൈ ദാറ്റ് ഇസ് ഈക്വൽ ടു 200, that is equal to 39 by 100. So that 100 we can cancel it, and a W, take the value as is equal to 2 into 39 plus 39. So that is equal to 3 into 39. So you get the answer as is equal to, yes, exactly 117. So we get that B as the answer. യെസ്, അപ്പോൾ ഇതൊക്കെ സ്ഥിരതയോടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ടൈപ്പാണെന്നുള്ള കാര്യം മറക്കരുത്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. ലുക്ക് ഹിയർ. എക്സ്പാൻഷനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് കൂടിയാണ്. നമുക്ക് ഒരു സാധാരണ രൂപത്തിൽ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ കോൺഫിഗറേഷൻ ഉണ്ടാകുന്ന വ്യത്യാസം അത് ദാറ്റ് ഈസ് സെഡ് ടു ബി. And we have to move with 3 types of expansions. That is a very important one. The first concept is nothing but equal to the linear expansion. So the configuration change happened to the length. And the second one, it is nothing but the superficial expansion or aerial expansion. So നമുക്ക് സാധാരണ രൂപത്തിൽ ഒരു ലാമിന ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്ക്വയർ പ്ലെയിൻ ടൈപ്പ് ആയിട്ടുള്ള കേസസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ആസ് ദ വോളിയം എക്സ്പാൻഷൻ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ബേസിക്കോടെ വരേണ്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് അവരുടെ 3 പേരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ദ ഫസ്റ്റ് കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ലെങ്ത് expansion. So keep in mind the concept there. You know, ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ മാറുമ്പോൾ നമ്മുടെ ലെങ്തിനുണ്ടാകുന്ന വ്യത്യാസം വി ക്യാൻ റൈറ്റ് ടു ബി ആസ് L0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ തീറ്റ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദർ യു നോ ദറ്റ് ആൽഫ ഈസ് സെഡ് ടു ബി ദ ലീനിയർ എക്സ്പാൻസിവിറ്റി, ദ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അവിടെ അതിൻ്റെ ഇക്വേഷൻ ഒന്ന് മനസ്സിലേക്ക് ഓർത്തിരിക്കുക. ദ ഡെൽറ്റ എൽ ബൈ L0 ഇൻറ്റു ഡെൽറ്റ തീറ്റ. അത് ഒന്നുകിൽ യു ക്യാൻ യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കെൽവിൻ റൈസ് ടു -1 ഓർ ഡിഗ്രി സെൽഷ്യസ് റൈസ് ടു -1. ബട്ട് കീപ് ഇൻ മൈൻഡ് ദ ആൽഫ ഈസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ മെറ്റീരിയൽ. ദാറ്റ് ഈസ് എ വെരി ക്രൂഷ്യൽ കോൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റാണ്, ഓർക്കുക. അതോടൊപ്പം നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ സോ ദാറ്റ് ഈസ് അവർ ഏരിയൽ എക്സ്പാൻഷൻ. സോ കീപ് ഇൻ മൈൻഡ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി. അവർ L0 എന്നുള്ള ലെങ്ത് ആയിരുന്നു ആ സ്ക്വയറിനുണ്ടായിരുന്നത്. ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഏരിയ എക്സ്പാൻഷൻ നമുക്ക് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുക? So area is equal to അവൻ്റെ ഒറിജിനൽ വോളിയം ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡെൽറ്റ തീറ്റ. And that beta is said to be the coefficient of aerial expansion. And you just know what is the relation with its linear expansivity. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. സാധാരണ ക്വസ്റ്റ്യനിൽ തരുന്നത് ഡേറ്റകളെല്ലാം ചിലപ്പോൾ ഏരിയ ബേസ് ചെയ്തിട്ടായിരിക്കും, പക്ഷേ ചോദ്യത്തിൻ്റെ അവസാനം കണ്ടുപിടിക്കേണ്ടി വരുന്നത് ലീനിയർ എക്സ്പാൻസിവിറ്റിയും. ആ ഒരു വ്യത്യാസം ഓർത്ത് വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത് നമ്മുടെ ഒരു കണ്ടൻ്റായിട്ട്, അപ്പോൾ ഇതിലെ ബീറ്റയ്ക്കൊക്കെ സെയിം യൂണിറ്റ് ആണെന്നുള്ള കോൺസെപ്റ്റ് മറന്നു പോകരുതേ. ദെൻ വി നീഡ് ടു സേ ദാറ്റ് ഈസ് അവർ വോളിയം എക്സ്പാൻഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻ്റാണ്. സോ ദാറ്റ് വോളിയം, സോ ദാറ്റ് വി ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഒറിജിനൽ വോളിയം ഇൻറ്റു 1 പ്ലസ് ഗാമ ഡെൽറ്റ തീറ്റ. അപ്പോൾ ഇത് ഇനിഷ്യലി ഉള്ള വോളിയമായിട്ട് ഫൈനൽ വോളിയമായിട്ട് ആഫ്റ്റർ ദാറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് ഡെൽറ്റ തീറ്റ, ദ വോളിയം coefficient, that is gamma. So gamma is nothing but equal to the change in volume by original volume
per degree rise in temperature. And here also the gamma is expressed in terms of that Kelvin raised to -1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ് എന്നൊരു കോൺസെപ്റ്റ്. ഇവിടെ നിങ്ങൾ ലിക്വിഡ്സിൻ്റെ എക്സ്പാൻസിവിറ്റി, ദ റിയൽ എക്സ്പാൻസിവിറ്റിയുമായിട്ടുള്ള റിലേഷൻ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ലിക്വിഡിൻ്റെ, അപ്പോൾ നമ്മളൊരു ലിക്വിഡ് എടുക്കുന്നത് ഒരു കണ്ടെയ്നറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അല്ലേ. അപ്പോൾ ഒരു കണ്ടെയ്നറിനുള്ളിൽ ലിക്വിഡ് നമ്മൾ സാധാരണ രൂപത്തിൽ അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം കണ്ടെയ്നറിനാണ് എക്സ്പാൻഷൻ ഉണ്ടാകുക, അത് കഴിഞ്ഞിട്ടാണ് ലിക്വിഡിനുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഗാമ റിയൽ എക്സ്പാൻഷൻ ഓർ വി ക്യാൻ സേ ദ ഗാമ ഫോർ ദ ലിക്വിഡ് എന്ന് പറയുന്നത്, കീപ്പ് ഇൻ മൈൻഡ് ദ വെരി ഇമ്പോർട്ടൻ്റ് റിലേഷൻ, ദ ഗാമ ഫോർ ദ കണ്ടെയ്നർ പ്ലസ് ഗാമ ഫോർ ദാറ്റ് വി ഫീൽ ചെയ്യുന്ന അപ്പാരൻറ്റ് എക്സ്പാൻസിവിറ്റി. ഇറ്റ് ഈസ് എ സോ ക്രൂഷ്യൽ വൺ. അതുകൊണ്ട് തന്നെ കണ്ടെയ്നറിൻ്റെ എക്സ്പാൻഷനും കൂടെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ഗാമ അപ്പാരൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും ഓർത്തിരിക്കുക, യഥാർത്ഥത്തിലുള്ള എക്സ്പാൻസിവിറ്റി മൈനസ് അത് കണ്ടെയ്നറുടെ എക്സ്പാൻസിവിറ്റിയുമായിട്ട് ഇങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരുടെയും എക്സ്പാൻസിവിറ്റീസ് സെയിം ആണെങ്കിൽ ലെവൽ റിമൈൻസ് ദ സെയിം ആണെന്നുള്ള കാര്യം ഓർക്കുക. ലിക്വിഡിൻ്റെ എക്സ്പാൻസിവിറ്റി കൂടുതലാണെങ്കിൽ ബ്രിമ്മ് വരെ ഫില്ല് ചെയ്തിരിക്കുന്ന ലിക്വിഡ് കണ്ടെയ്നറിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഉറപ്പായിട്ടും ഓവർഫ്ലോ ചെയ്തിരിക്കും. അതല്ലെങ്കിൽ ലെവൽ വിൽ ഫോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റാണ്. അത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള 1-2 കോൺസെപ്റ്റ്സുകൾ നമുക്ക് ചെയ്യാം. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, എ ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ് ഫ്രം 2019. നീറ്റിലെ ക്വസ്റ്റ്യനുകളാണ് കൂടുതലും ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയെടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരു മോർ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് നൽകും. നോക്കാം. എ കോപ്പർ റോഡ് ഓഫ് 88 centimeter and aluminium rod, that is an unknown one, have their increasing length independent of increase in temperature. എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ചേഞ്ച് എന്ന് പറയുന്നത് ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ സെയിം ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുമ്പോൾ അവരുടെ ചേഞ്ച് ഇൻ ലെങ്ത് ഫോർ ദ കോപ്പർ എന്ന് പറയുന്നത് തന്നെയാണ് ഫോർ അലുമിനിയം എന്നർത്ഥം. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ദ ലെങ്ത് ഓഫ് ദ അലുമിനിയം റോഡ് വി നീഡ് ടു ഫൈൻഡ് ഇറ്റ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലേക്ക് എടുക്കുക. എൽ എന്ന് പറയുന്നത് L0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ തീറ്റ എന്നല്ലേ നമ്മൾ പഠിച്ചേ. അതൊന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ അത് L0 പ്ലസ് L0 ആൽഫ ഡെൽറ്റ തീറ്റ ആയില്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് L0 ആൽഫ ഡെൽറ്റ തീറ്റ അല്ലേ. അത് കോപ്പറിനും അലുമിനിയത്തിനും സെയിമാണ്. സോ വി ക്യാൻ സേ that length for copper into alpha copper into that delta theta should equal to for L aluminium that L that alpha for and delta theta. So delta theta we can cancel, and our aim is to find what is the length for aluminium. So we can say that length for aluminium is equal to that copper into alpha copper by that alpha aluminium. So that is equal to എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടുണ്ട്. സോ എൽ ലെങ്ത് എന്ന് പറയുന്നത് 88 സെൻറ്റിമീറ്റർ ആണ്. ആൽഫ കോപ്പർ ദാറ്റ് ഈസ് 1.7. I am writing it as a 17 into 10 to the power of -6 by that 22.2 ആണ്. സോ 22 into 10 to the power of -6 ആണ്. അവർ കട്ടായിപ്പോയി. So 22 it becomes 4 ആണ്. So 4 into 17 you get the answer as a 68 centimeter. It's a good concept. അപ്പോൾ ഇത് ആവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഓർമ്മയിരിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗുഡ് ക്വസ്റ്റ്യൻ. The value of coefficient of oleum expansion of glycerin, it is given as a 5 into 10 to the power of -4. The fractional change in density of glycerin for a rise of 40 degrees Celsius in its temperature.
ഒരു 20 ഇയേഴ്സ് എടുക്കുമ്പോൾ ഒരു 3 വർഷത്തോളം തന്നെ ആവർത്തിച്ചിട്ടുള്ള ഒരു കണ്ടൻ്റാണ് ഓർക്കുക. ദ വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി വിത്ത് ടെമ്പറേച്ചർ. നമുക്കറിയാം ഡെൻസിറ്റി കൂടുക എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്യുന്നത് വോളിയുമായിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെൻസിറ്റിയുമായിട്ട് നമുക്കറിയാം സിമ്പിളായിട്ടുള്ള റിലേഷൻ അത് മാസ് ഡിവിഷൻ ബൈ വോളിയമാണ്. അപ്പോൾ ഇതൊരു ഇനിഷ്യൽ കണ്ടീഷനാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ടെമ്പറേച്ചർ മാറുമ്പോൾ നമ്മുടെ ഇക്വേഷൻ അങ്ങ് മാറുകയാണ് അല്ലേ. ദാറ്റ് എം ഡിവിഷൻ ബൈ വി ഡാഷ് ആയി മാറുക. ഒരു ക്ലാസിക്കൽ കോൺസെപ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് മാസ് എന്ന് പറയുന്നത് വേരിയബിൾ അല്ല, ഇപ്പോൾ വോളിയത്തിനാണ് വ്യത്യാസം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ എങ്ങനെയാണ് വോളിയത്തിന് വ്യത്യാസം ഉണ്ടാകുക. അവൻ്റെ ഇനിഷ്യൽ വോളിയം ഇൻറ്റു 1 + ഗാമ ഡെൽറ്റ തീറ്റയാണ്. യെസ്, കണ്ടൻ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മാസ് ബൈ വോളിയത്തെ നമുക്ക് എന്തായിട്ട് പറയാം? ഡെൻസിറ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റോ ഡാഷ് എന്ന് പറയുന്നത് റോ ഡിവിഷൻ ബൈ 1 + ഗാമ ഡെൽറ്റ തീറ്റ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്. ഇതിന് വേണമെങ്കിൽ ഒരല്പം കൂടെ ഈസിനെസ്സിലാക്കാം. കാരണം നമ്മുടെ ഈ ഗാമ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ പോലും ഇപ്പോൾ ഇവിടെ തന്നെ വോളിയം എക്സ്പാൻഷൻ എന്നൊക്കെ പറയുന്നത് 10⁻⁻⁴ ഒക്കെയാണ് അല്ലേ. അത്ര കണ്ട് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുന്നതിന് തടസ്സമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിതിനെ ഒന്ന് ന്യൂമറേറ്ററിലേക്ക് ഒന്ന് മാറ്റുകയാണ്. സോ റോ ഡാഷ് എന്ന് പറയുന്നത് റോ ഇൻറ്റു 1 + ഗാമ ഡെൽറ്റ തീറ്റ ദ ഹോൾ റൈസ് ടു -1. അപ്പോൾ നമ്മുടെ ബൈനോമിയൽ കോൺസെപ്റ്റ് ഒന്ന് കൊടുത്താൽ 1 + x ദ ഹോൾ റൈസ് ടു n. എക്സ് വളരെ ചെറുതാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 + nx ഇഫ് എക്സ് ഈസ് വെരി മച്ച് ലെസ് ദാൻ 1. So we can easily say that is equal to rho into 1 - gamma into delta theta. That is a very crucial expression for you. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ഡെൻസിറ്റിയെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. സോ റോ ഇൻറ്റു ഗാമ ഡെൽറ്റ തീറ്റ. So that is a very important one. So the change in density by density is equal to gamma delta theta. So that is the concept there. We need to find it. അപ്പോൾ ഗാമ ഇൻറ്റു ഡെൽറ്റ തീറ്റയാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ മതി. സോ ഇറ്റ് ഈസ് ഗാമ ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു ആസ് എ 5 × 10⁻⁻⁴ that much into the change in temperature. It is given as is equal to 40. So that is equal to 200 × 10⁻⁻⁴. So that is equal to, and we get the value as is equal to 0.2402. So our first option as the answer. That is a very important concept. അത് ഓർത്തിരിക്കുക. The next one. നമ്മുടെ അടുത്ത കണ്ടൻറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മൾ വോളിയം എക്സ്പാൻഷനെ കുറിച്ച് സംസാരിച്ചു. അടുത്ത് പറയുന്നത് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് കലറിമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസൊക്കെ. അപ്പോൾ അത് വളരെ അതോറിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ 3 ടേമുകൾ, ആ 3 ടേമുകളും സാധാരണ വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, തെർമൽ കപ്പാസിറ്റി? പേരുകൾ തമ്മിൽ അധിക വ്യത്യാസമില്ലാത്തത് കൊണ്ട് തന്നെ യു മസ്റ്റ് നോ ദ യൂണിറ്റ് ഓഫ് എവരിത്തിങ്. അത് കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. സോ അറ്റ് ഫസ്റ്റ് വൺ ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഞാനതിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്യാണ്. യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിനെ ഹൗ മച്ച് എനർജി ഈസ് നീഡഡ് ടു റൈസ് ഇറ്റ്സ് ടെമ്പറേച്ചർ ടു 1 degree Celsius അല്ലെങ്കിൽ 1 degree Kelvin. The amount of energy needed to rise the unit mass of a substance through 1 degree Celsius. So we can say simply, look, the very important content. So we are giving say delta Q amount of energy. So we can write it to be ms delta T say. So this is the specific heat capacity. സാധാരണ ഒരു സോളിഡ് മെറ്റീരിയൽ എന്നുള്ള കണ്ടൻറ്റ് വരുമ്പോൾ വി ക്യാൻ യൂസ് ദിസ് എക്സ്പ്രഷൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ m × delta T. So keep in mind it is expressed in terms of that is joules per kilogram per Kelvin or per degree Celsius. ആ യൂണിറ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്.
ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കുക അതിൻ്റെ മാസ് കണ്ടൻറ്റുമായിട്ട് സാധാരണ രൂപത്തിൽ ഇൻവേഴ്സ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കിയിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ സ്റ്റേറ്റിനും ഓരോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ വാട്ടറുമായി ബേസ് ചെയ്തിട്ട് ഐസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതോടൊപ്പം വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, വേപ്പറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ക്ലാരിറ്റിയോടെ മെമ്മറൈസ് ചെയ്തിരിക്കുക. നമ്മൾ CGS കോൺസെപ്റ്റിലേക്ക് ഉപയോഗിക്കുമ്പോൾ 0.5 കാലറി പെർ ഗ്രാം പെർ കെൽവിനാണ് നമ്മുടെ ഐസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ യൂണിറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് വരുത്താൻ യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസിന് വേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ്. അത് വാട്ടറിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്തരം പ്രോബ്ലങ്ങളൊക്കെ CGSൽ ചെയ്യുന്നത് ഒരല്പം കൂടെ ക്ലാരിറ്റി ഉണ്ടാകും. ആൻഡ് ദെൻ വേപ്പർ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവൻ്റെ വാട്ടറിൻ്റെ അനോമലസ് ബിഹേവിയർ കാരണം, ഇപ്പോൾ സാധാരണ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വേപ്പർ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ, കാരണം സാധാരണ മോളിക്കുലാർ മാസുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ ഹൈഡ്രജനാണ് കൂടുതൽ വരേണ്ടത്. അപ്പോൾ അതേ വേപ്പറിന് കൂടുതലാണ് സംഭവിക്കേണ്ടത്, പക്ഷേ അവൻ്റെ അനോമലസ് ബിഹേവിയർ കാരണം ഒരല്പം കുറവാണ്. ഈ വാല്യൂ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസിന് ടെമ്പറേച്ചർ എനർജി വേണ്ടത് എസ് ആണെങ്കിൽ ഒരു 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസിന് വേണ്ട എനർജി ദാറ്റ് ഈസ് represented as a specific heat capacity, molar specific heat capacity C. അപ്പോൾ യൂണിറ്റ് മാസിന് എസ് ആണെങ്കിൽ 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസിന് എം ഇൻറ്റു എസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് എസ് എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവിഷൻ ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി. ഞാനതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഡെൽറ്റ ക്യൂ ഡിവിഷൻ ബൈ ദറ്റ് മാസ് ഡിവിഷൻ ബൈ ദ ക്യാപിറ്റൽ എം ഇൻറ്റു ഡെൽറ്റ ടി. And that is nothing but the mass of the substance by the molecular mass become the number of moles. So delta Q division by mu into delta T. It is a so very, very important one. And keep in mind its unit for the capital C become joules per mole per Kelvin. അതിൻ്റെ ഡയമെൻഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. Then coming that thermal capacity, ക്യാപിറ്റൽ എസ് എന്നൊക്കെ ചില ബുക്കുകളിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഞാനതിനെ തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നു. അത് ഹോൾ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചറും 1 ഡിഗ്രി മാറ്റാൻ വേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ്. അപ്പോൾ അതിനെ സ്മോൾ എം ഇൻറ്റു എസ് എന്ന് കൊടുത്തു. യൂണിറ്റ് മാസിന് എസ് ആണ്, അപ്പോഴത്തേക്കും സ്മോൾ മാസ് വരുമ്പോഴത്തേക്കും നമുക്കതിനെ ഇങ്ങനെ ഡീൽ ചെയ്യാം. സോ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എസ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ഡിവിഷൻ ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി ആണ്. എം ക്യാൻസലായി. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ജൂൾസ് പെർ കെൽവിൻ ആണ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് 3 ടേമുകളിലേക്കും വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട അടുത്തൊരു കണ്ടൻ്റാണ് നമ്മുടെ ലാറ്റൻ ഹീറ്റ് എന്നുള്ള കോൺസെപ്റ്റ്. ലാറ്റൻ ഹീറ്റ്, അപ്പോൾ അവിടെ തന്നെ വളരെ വ്യക്തതയോടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പേരുകൾ, ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓർത്തിരിക്കുക, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് മാറാൻ എന്തുമാത്രം എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും? അവിടെ ലാറ്റൻ ഹീറ്റ് എല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ദ ലാറ്റൻ ഹീറ്റ് എൽ എന്ന് പറയുന്നത് ക്യൂ ഡിവിഷൻ ബൈ എം ആണ്. അപ്പോൾ ജൂൾസ് പെർ കിലോഗ്രാം ആണ് അതിൻ്റെ യൂണിറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. അത് ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന വാട്ടർ 0 ഡിഗ്രി ഐസായി മാറാൻ വേണ്ട, അതിനെ വിളിക്കുന്ന പേര് ഫ്രീസിങ് എന്നാണ്. അതിനെല്ലാം നമുക്ക് ഒറ്റ കണ്ടൻറ്റ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 കാലറി പെർ ഗ്രാം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതോടൊപ്പം തന്നെ ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പറായിട്ട് മാറാൻ വേണ്ട എനർജി. തിരിച്ചും 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പർ
100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആകാൻ കണ്ടൻസേഷൻ എന്ന് നമുക്ക് വിളിക്കാം. അതിന് വേണ്ട എമൗണ്ട് ഓഫ് എനർജി 540 കാലറി പെർ ഗ്രാം. ഓർത്തിരിക്കാം. അപ്പോൾ ഈ ഡേറ്റകളൊക്കെ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഒത്തിരി സഹായകരമായ കോൺസെപ്റ്റുകളാണെന്നുള്ള കാര്യം മറക്കരുതേ. ദെൻ നമ്മുടെ ഹീറ്റിംഗ് കർവ്, അത് ജസ്റ്റ് NCERT ബേസ് ചെയ്തിട്ട് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സേ ഒരു -θ ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന നമ്മുടെ ഐസ്. അപ്പോൾ അതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ചില എൻട്രൻസ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നപ്പോഴേ നമ്മുടെ ഹീറ്റ് ആഡഡ് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്ന എക്സ് ആക്സിസിൻ്റെ പൊസിഷൻ 0 ഡിഗ്രി സെൽഷ്യസ് ബേസ് ചെയ്തും വരച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തേക്കണേ. സോ ഇത് -θ ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കണ്ടിന്യൂവസ് ആയിട്ട് ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ ആ എനർജി സ്വീകരിച്ചുകൊണ്ട് അത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസായി മാറുന്നു. അപ്പോൾ അവിടുത്തെ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ച് ആയതുകൊണ്ട് MS ഐസ് Δθ എന്നൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ΔT വേണം ഉപയോഗിക്കാൻ. അടുത്ത കണ്ടൻറ്റ് ഓർക്കുക, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് മാറുകയാണ്. ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ അവിടുത്തെ എനർജി കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ദെൻ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ എനർജി സ്വീകരിച്ചുകൊണ്ട് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായി മാറുകയാണ്. അവിടെ നമുക്ക് MS വാട്ടർ ΔT എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ വീണ്ടും ശ്രദ്ധിക്കുക, 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമായി മാറുകയാണ്. സോ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് M × ലാറ്റൻ ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ആണ്. കൊടുക്കുന്ന എനർജി എന്തിന് ഉപയോഗിക്കുന്നു? വീണ്ടും സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ റൈസിങ്. സോ MS വേപ്പർ ΔT. അപ്പോൾ ഇത്തരം ഇക്വേഷൻസുകൾ ഓർമ്മയിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻ്റാണ്. കാരണം അത് ബേസ് ചെയ്തിട്ടാണ് സാധാരണ ക്വസ്റ്റ്യനുകൾ കൂടുതൽ ചോദിക്കാറുള്ളത്. സോ അത്തരം ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് ചെയ്യാം. 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അത് ബേസ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ആണ്, 2014 ചോദിച്ച ക്വസ്റ്റ്യനാണ്. Steam at 100 degree Celsius is passed into 20 gram of water at 10 degree Celsius. When water acquires a temperature of 80 degree Celsius, the mass of water present will be. നമ്മൾ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് കലറിമെട്രി. എന്താണാവോ പ്രിൻസിപ്പിൾ ഓഫ് കലറിമെട്രി പറയുക? എക്സാക്ട്ലി ഹീറ്റ് ലോസ്റ്റ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഹീറ്റ് ഗെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ എനർജി കുറയുന്നു, മറ്റൊരാൾ അത് സ്വീകരിക്കുന്നു. കൺസർവേഷൻ ഓഫ് എനർജി എന്നൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കൂ, 20 gram വാട്ടറാണ് അറ്റ് 10 ഡിഗ്രി ഈസ് ഇൻ മിക്സഡ് വിത്ത് സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഹീറ്റിംഗ് കർവ് ഒന്ന് വരയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾക്ക് കൃത്യതയോടെ നമ്മളിപ്പോൾ കണ്ട മെറ്റീരിയൽസിൻ്റെ സ്പോട്ട് ഒന്ന് അനലൈസ് ചെയ്താൽ വ്യക്തതയോടെ അറിയാം നമ്മുടെ സ്റ്റീമിൻ്റെ പൊസിഷനാണ് അല്ലേ. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന സ്റ്റീമാണ്. യെസ്, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ ആദ്യത്തെ ആൾ ഇരിക്കുന്നത്, വാട്ടർ ഇരിക്കുന്നത് 10 ഡിഗ്രി. അതിൻ്റെ മാസ് ഒന്ന് ഓർത്തിരിക്കുക, 20 ഗ്രാമാണ്. അത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നിട്ട് പറയാണ് റിസൾട്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 80 ഡിഗ്രി സെൽഷ്യസ് ആയി മാറുന്നുണ്ടെങ്കിൽ ദ മാസ് ഓഫ് വാട്ടർ പ്രസൻറ്റ് വിൽ ബി. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇത് സ്റ്റീമാണ്. അപ്പോൾ സ്റ്റീമിന് ലഭിക്കുന്ന ആ പ്രോസസ്സുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. സ്റ്റീം ആദ്യം ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസിലുള്ള എന്തായി മാറി? വാട്ടറായി മാറി. അവിടെ നിൽക്കുന്നില്ല, വീണ്ടും ഒരു പ്രോസസ്സൂടെ. അപ്പോൾ ഈ ഹീറ്റിംഗ് കർവ് അതിലുള്ള കറക്റ്റ് പ്രോസസ്സുകളെ സെൻസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് പറയാം 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ഇപ്പോൾ 80 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായി.
അപ്പോൾ കുറച്ച് സ്റ്റീം കണ്ടൻസ്ഡായി മാറി. അതുകൊണ്ടാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. ദ മാസ് ഓഫ് വാട്ടർ പ്രസൻറ്റ്, നോർമലി 20 ഗ്രാം അവിടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ 20 പ്ലസ് സംതിങ് ആയിരിക്കും. അപ്പോൾ ആ കണ്ടൻസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ എന്തുമാത്രം സ്റ്റീമാണ് അത് യൂസ് ചെയ്തത് ഫോർ ദ പ്രോസസ്, വി നീഡ് ടു ഫൈൻഡ് ഇറ്റ്. ഓക്കെ, അതേ പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് നമ്മളുടെ വാട്ടറിന് സംഭവിച്ചത്? അത് 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറി. അപ്പോൾ നമ്മുടെ ഹീറ്റ് ലോസ്റ്റ് ആർക്കാണ് സംഭവിച്ചത്? സ്റ്റീമിന്. അപ്പോൾ സ്റ്റീമിൽ എന്തൊക്കെ പ്രോസസ്സാണ് നടന്നത്? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായി മാറിയ പ്രോസസ്സ് പ്ലസ് അടുത്ത പ്രോസസ്സ് എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ എന്തായി മാറി? 80 ഡിഗ്രി സെൽഷ്യസ് ഉള്ളതായി മാറി. ഇതാണ് സ്റ്റീമിന് സംഭവിച്ച കാര്യം. അതേ കാര്യം നമ്മുടെ വാട്ടറിന് എങ്ങനെയാണ് സംഭവിച്ചത്? അവൻ്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 10 ഡിഗ്രിയിലായിരുന്നു, അത് എങ്ങോട്ട് മാറി? 80യിലേക്ക് മാറി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടറിയാം, ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ലാറ്റൻ ഹീറ്റാണ്. അപ്പോൾ അത് മാസ് ഓഫ് സ്റ്റീം ആണെങ്കിൽ ലാറ്റൻ ഹീറ്റ് ഓഫ് സ്റ്റീം, അതിവിടെ കണ്ടൻസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. പ്ലസ് ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. സോ മാസ് ഓഫ് സ്റ്റീം എന്നാൽ അതാണല്ലോ യൂസ് ചെയ്തത് അല്ലേ, പിന്നെ വാട്ടറായി മാറിയെന്നല്ലേ ഉള്ളൂ, മാസ് കൺസേർവ്ഡ് ആണല്ലോ. സോ MS ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ആരുടെ? വാട്ടറിൻ്റെ ആണ്, ഇൻറ്റു ഡെൽറ്റ തീറ്റ. സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? ഹീറ്റ് ഗെയിൻ. അപ്പോൾ നമുക്കറിയാം അത് മാസ് ഓഫ് വാട്ടർ ഗിവൺ ആണ്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടറാണ്, അവനുണ്ടായ ഡെൽറ്റ തീറ്റ. അപ്പോൾ കൃത്യമായിട്ട് കൊടുത്താൽ ഇത് രണ്ടിലും നമുക്ക് MS എന്ന് പറയുന്നത് കോമൺ ആണ് അല്ലേ. ലാറ്റൻ ഹീറ്റ് എക്സാക്ട്ലി നമുക്കറിയാം, അത് 540 ആണ് എന്ന് നമുക്കറിയാം. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഇൻ CGS സിസ്റ്റം 1 ആണ്. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാപ്പൻ ടു ബി ആസ് ഫ്രം 100 to 80 അല്ലേ, 100 minus 80, അപ്പോൾ നമുക്ക് 20 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ ദാറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 20 gram ഇൻറ്റു ദാറ്റ് സ്പെസിഫിക് ഹീറ്റ് 1 ഇൻറ്റു അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ച്. സോ it is from 10 to 80, so we can write it to be as a 70. So that is equal to MS into, so that is a 540 as it becomes a 560 is equal to, that is equal to 20 into 70. So MS is equal to, so 10 we can cancel us, and 140 that division by that 56. So that is equal to as exactly as a 70 that division by as a 28. So it becomes is equal to as a 2.5 gram. So അവിടെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു, നമ്മുടെ എന്തുമാത്രം സ്റ്റീമാണ് കണ്ടൻസ്ഡ് ആയി എന്നുള്ളത് 2.5 ആണ്. ഓൾറെഡി നമുക്കറിയാം 20 gram വാട്ടർ ഉണ്ട്. സോ വാട്ട് ഈസ് ആൻസർ? എക്സാക്ട്ലി, ആൻഡ് വി ഗെറ്റ് ദ വാല്യൂ ആസ് ഓൾറെഡി ഉള്ള വാല്യൂ പ്ലസ് കണ്ടൻസ്ഡ് ആയിട്ടുള്ള എമൗണ്ട്. സോ 22.5 gram. That is the concept there. So we get the fourth option as the answer. So നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു. We are with another content, another concept. A piece of ice falls from a height h so that it melts completely. Only 1/4 of the heat produced is absorbed by the ice, and all energy of ice gets converted into heat during its fall. The velocity, the value of h is latent heat and G are given. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ്. എപ്പോഴും ശ്രദ്ധിച്ചേക്കണേ, CGS സിസ്റ്റമാണ് നമ്മൾ ഹീറ്റിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിലൊരു ചെറിയൊരു അപകടം ഉള്ളത്, എപ്പോഴും പൊട്ടൻഷ്യൽ എനർജിക്കും ഹീറ്റ് എനർജിക്കും തമ്മിലുള്ള CGS യൂണിറ്റ് 2 ആണ്, ഇറാഷണൽ യൂണിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിക്കൊക്കെ നമ്മൾ എർഗ് യൂസ് ചെയ്യുമ്പോൾ കാലറിയാണ് നമ്മൾ ഹീറ്റ് എനർജിക്ക് CGSൽ യൂസ് ചെയ്യുക. അവർ തമ്മിലുള്ള മെക്കാനിക്കൽ ഇക്വലൻസി നോക്കി വേണം ചെയ്യാൻ. അതിനേക്കാൾ ബെറ്റർ യു ക്യാൻ ഗോ വിത്ത് ദ SI സിസ്റ്റം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു ഐസ് ബ്ലോക്ക് ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ അത് നമ്മുടെ റെഫറൻസ് ലൈൻ എർത്തുമായിട്ട് H ഹൈറ്റിലാണെങ്കിൽ അവൻ താഴെ എത്തുമ്പോൾ അവന് കിട്ടുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിക്ക് തുല്യമായിരിക്കും, നമുക്കറിയാം mgh. പക്ഷേ ഇറ്റ് ഈസ് ഗിവൺ 1/4 of heat produced is absorbed by the ice. അപ്പോൾ എന്തുമാത്രം ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടോ അതിൻ്റെ 1/4 of heat produced
എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ദ 1/4 ഓഫ് mgh that is converted into heat during its fall. അങ്ങനെയാണെങ്കിൽ that the value of h എന്നാണ് പറയാം. അപ്പോൾ സ്വാഭാവികപരമായിട്ടും നമുക്ക് ലാറ്റൻ ഹീറ്റുമായിട്ട് നമുക്കൊന്ന് റിലേറ്റ് ചെയ്താൽ എം ക്യാൻസലായി പോയി. സോ ദാറ്റ് h is equal to as a 4 into L, that division by that G into H. So that is equal to 4 into the latent heat. It is given as is equal to as a 3.4 into 10 to the power of 5, that division by that 10 into that height value. So okay, we need to find what is the value for that H. So that is equal to the 4 into 3.4 into 10 to the power of 4. So that is equal to, yes, 13.6 into 10 to the power of 4. So 136 kilometer. That means our answer is C. നല്ലൊരു കണ്ടൻ്റാണ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, നമ്മുടെ ഹീറ്റ് കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റാണ് ഹീറ്റ് ട്രാൻസ്ഫർ. നമ്മുടെ 3 ടെക്നോളജിയും ഓർമ്മയിരിക്കട്ടെ. യഥാർത്ഥത്തിലുള്ള മെറ്റീരിയൽ മൂവ്മെൻറ്റിലൂടെ നടക്കുന്ന പ്രോസസ്സാണ് നമ്മുടെ കണ്ടക്ഷൻ. അതേ സ്ഥാനത്ത് നമ്മുടെ ഓർമ്മയിരിക്കണം, നമ്മുടെ യഥാർത്ഥത്തിലുള്ള മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിലൂടെ നടക്കുന്നതാണ് കൺവെക്ഷൻ. കീപ്പ് ഇൻ മൈൻഡ്. പക്ഷേ മാറ്ററിൻ്റെ മൂവ്മെൻ്റ് ഇല്ലാതെ ട്രാൻസ്ഫർ നടക്കുന്നതാണ് കണ്ടക്ഷൻ. ബട്ട് മീഡിയം ഈസ് നെസസറി, ആദ്യം പറഞ്ഞ രണ്ടിന്. പക്ഷേ റേഡിയേഷൻ ദ മീഡിയം ഈസ് നോട്ട് നെസസറി. നമുക്കറിയാം സണ്ണിൽ നിന്നൊക്കെ എനർജി നമ്മുടെ കൈകളിൽ, നമ്മുടെ എർത്തിലേക്കൊക്കെ എത്തുന്നത് ഈവൻ വാക്കത്തിലൂടെ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നുള്ള കോൺസെപ്റ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, ലോ ഓഫ് കണ്ടക്ഷൻ. അപ്പോൾ ഹീറ്റ് ഫ്ലോ ത്രൂ എ റോഡ്, അത് എപ്പോഴും ഓർക്കുക. ഇപ്പോൾ നമ്മളൊരു റോഡ് കൺസിഡർ ചെയ്താൽ T1 ഇത് T2 ടെമ്പറേച്ചറാണ്. അവർ തമ്മിലുള്ള dx വ്യത്യാസമുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ സിംപ്ലി the heat flow through it, അവൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ A ആണെങ്കിൽ the heat flowing per unit time എന്ന് പറയുന്നത് the coefficient of thermal conductivity K, A, the change in temperature. Actually നമ്മുടെ റിലേഷൻ വരുമ്പോൾ the final temperature minus initial one, that division by the separation. അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ പറയുന്നത് മൈനസ് കെ എ ഇൻറ്റു ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആ റിലേഷൻ നന്നായിട്ട് പഠിച്ചിരിക്കുക. കെ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്, മറന്നു പോകരുത്. നമ്മുടെ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കണ്ടൻറ്റ് ഓർക്കണേ. ഇതിന് നമ്മുടെ ഹീറ്റ്, നമ്മുടെ ഇലക്ട്രിസിറ്റിയുമായിട്ടൊരു കണക്ഷൻ നമ്മൾ ചെയ്താൽ അവിടെ ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്ന കറണ്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവിഷൻ ബൈ റെസിസ്റ്റൻസ് ആണ്. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ ശ്രമിച്ചാൽ ഇവിടെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇതിന് ഞാനൊന്ന് അറേഞ്ച് ചെയ്യാണ്. സേ ഇവൻ്റെ ലെങ്ത് L ആണെങ്കിൽ we can write it to be as a Ka into the change in temperature by L. So we can write it to be as a delta T by L by Ka. വളരെ ക്രൂഷ്യലായ ഒരു ടേമാണ്. സോ ഇതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ that is said to be the thermal resistance as is equal to L by Ka. വളരെ ക്രൂഷ്യലായിട്ടുള്ള കണ്ടൻ്റാണ്. The resistance offered by a conductor to the flow of heat energy എന്ന് നമുക്കതിനെ പറയാൻ പറ്റും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇത്. നിങ്ങൾ നല്ല രൂപത്തിൽ മെമ്മറൈസ് ചെയ്യേണ്ട കണ്ടൻ്റാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബേസിക്കോടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട റേഡിയേഷൻ ടോപ്പിക് എടുക്കുമ്പോൾ ഏറ്റവും ക്രൂഷ്യലാണ് അവിടുത്തെ കിർച്ചോഫ്സ് ലോയും അതോടൊപ്പം സ്റ്റീഫാൻസ് ലോയും. ആ 2 നിയമങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകളുള്ളത്. അബ്സോർപ്റ്റീവ് പവർ, എന്തുമാത്രം റേഡിയൻ്റ് എനർജിയാണോ ഫോൾ ചെയ്യുന്നത് അതിലെന്തുമാത്രം അത് അബ്സോർബ് ചെയ്തു പോയി.
സാധാരണ ഒരു പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി ആണെങ്കിൽ ഈ റേഷ്യോ 1 ആയിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. അബ്സോർപ്റ്റീവ് പവർ. എന്താണ് എമിസീവ് പവർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടേമാണ്. സാധാരണ രൂപത്തിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ഒരു ബോഡി എന്തുമാത്രം റേഡിയൻ്റ് എനർജി എമിറ്റഡ് ആണ്. എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ, അതിന് നമ്മൾ ലേബൽ ചെയ്യുന്ന ടേമാണ് എമിസീവ് പവർ. സാധാരണ ഒരു മെറ്റീരിയലിന് സ്മോൾ ഇ ആയിട്ടും നമ്മുടെ ബ്ലാക്ക് ബോഡി വരുമ്പോൾ ക്യാപിറ്റൽ ഇ ആയിട്ടും ആയിരിക്കും നമ്മളത് നോട്ടേറ്റ് ചെയ്യുക. ഓർത്തിരിക്കുക, എനർജി പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് പവർ ബൈ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റിലായിരിക്കും എമിസീവ് പവർ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അവിടെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട മറ്റൊരു കണ്ടൻറ്റ് നമ്മുടെ കിർച്ചോഫ്സ് ലോ, അതോടൊപ്പം നമുക്ക് നമ്മുടെ സ്റ്റീഫാൻസ് ലോയും. എന്താണ് കിർച്ചോഫ്സ് ലോ? ഏത് മെറ്റീരിയൽ എടുത്തോട്ടെ, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഇറ്റ്സ് എമിസീവ് പവർ ബൈ ദി അബ്സോർപ്റ്റീവ് പവർ ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു another one. Even it is equal to as a capital E by A, that is for the black body. അത് ബ്ലാക്ക് ബോഡിക്ക് പോലും സമമാണ്. We already know the absorptive power of the black body become 1, and hence we can say that small e by small a is equal to capital E. That is small e is equal to capital E into A. It's a very, very important concept. The emissive power of a body is proportional to the absorptive power of a body. What is the meaning? A good absorber is a good emitter. Kirchhoff's lawയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫറൻസ് അത് മനസ്സിൽ ഓർക്കുക. അതോടൊപ്പം the next concept as nothing but equal to the Stefan's law. ഒരു പെർട്ടിക്കുലർ ഓബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് T ടെമ്പറേച്ചറാണ് അവനുള്ളതെങ്കിൽ, അതൊരു ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അവൻ എമിറ്റ് ചെയ്യുന്ന എമിസീവ് പവർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദ 4th പവർ ഓഫ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലെ സിഗ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റീഫാൻസ് കോൺസ്റ്റൻറ്റ് ആസ് എ 5.67 ഇൻറ്റു the 10 to the power of -8 that much SI യൂണിറ്റ്. പലപ്പോഴും ഡൈമെൻഷണൽ അനാലിസിസിൽ യൂണിറ്റുകളായിട്ട് നീറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടൻ്റാണ് സിഗ്മ, മറന്നു പോകരുതേ. അവിടെ അനദർ കോൺസെപ്റ്റ്, നമ്മൾ ഒരു പവറിൻ്റെ റിലേഷൻ എഴുതുമ്പോൾ അത് എമിസീവ് പവർ നമുക്ക് പവർ ബൈ ഏരിയ ആയിട്ട് എഴുതാം. സോ സിഗ്മ ദാറ്റ് A ഇൻറ്റു T⁴. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു റിലേഷനാണ്. അതൊരു സാധാരണ ബോഡിയിലേക്ക് വരുമ്പോൾ ഓർത്തിരിക്കുക മക്കളെ, അവിടെ നമ്മൾ എപ്സലോൺ എന്ന് പറയുന്ന ഒരു ടേം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരാണ് എമിസിവിറ്റി. വളരെ ശ്രദ്ധിച്ച് തെറ്റിദ്ധാരണ വരാതെ ഉപയോഗിക്കേണ്ട ഒരു ടേമാണ് എമിസിവിറ്റി. എന്താണ് എമിസിവിറ്റി? അത് എമിസീവ് പവർ ഓഫ് എ ബോഡി ബൈ ദ എമിസീവ് പവർ ഓഫ് ദാറ്റ് ബ്ലാക്ക് ബോഡി. ദാറ്റ് ഈസ് എ കണക്ഷൻ. പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു കണ്ടൻ്റാണ്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒരേ കോൺസെപ്റ്റ് ഒരേ രീതിയിൽ ആവർത്തിച്ച ഒരു കോൺസെപ്റ്റാണ് അടുത്ത് നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. വളരെ വ്യക്തതയോടെ നോക്കേണ്ട ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. കൂളിംഗ്, ദ ലോസ് ഓഫ് ടെമ്പറേച്ചർ പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ നിയമം അനുസരിച്ച് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ് ടെമ്പറേച്ചർ. നമ്മുടെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് K ഇൻറ്റു T മൈനസ് T0. അതൊരു പെർട്ടിക്കുലർ കേസായിട്ട് എടുത്താൽ ഒരു ബോഡിയുടെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ T1 ആണ്, അത് T2 ആയി മാറുകയാണ്. ഇന്ന ടൈം T ആണെങ്കിൽ അവൻ്റെ സറൗണ്ടിങ് ടെമ്പറേച്ചർ T0 ആണെങ്കിൽ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? dt, the change in temperature, that is say T2 minus T1 by the time is equal to K into that T, that is said to be the average temperature, the T1 plus T2 by 2 minus T0. ഈ കണ്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ
നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യനുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ ദ നെക്സ്റ്റ് കണ്ടൻറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നോക്കൂ, എ ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. നല്ല ക്വസ്റ്റ്യനുകളാണ് ഇത്. ഒരു പരിധിവരെ പല പ്രാവശ്യം ആവർത്തിച്ച ക്വസ്റ്റ്യനുകളാണ്. യെസ്, എക്സാക്ട്ലി. നോക്കാം. ദ ടു എൻഡ്സ് ഓഫ് എ മെറ്റൽ റോഡ് ആർ മെയിൻറ്റൈൻഡ് അറ്റ് എ ടെമ്പറേച്ചർ 100 degree Celsius ആൻഡ് 110 degree Celsius. അപ്പോൾ ആദ്യത്തെ കേസിലെ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് 110 നിന്ന് അത് 100 ആയി മാറി. അവർ രണ്ട് ടെമ്പറേച്ചറാണ് രണ്ട് എൻഡ്സിലായിട്ട് വെച്ചിരിക്കുക. ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഇൻ ദ റോഡ് ഈസ് 4 ആണ്. If the ends are maintained at temperature 200 and 210, the rate of heat flow will be. ഇതിനെ പറ്റിയാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ ലോ ഓഫ് കണ്ടക്ഷൻ നമുക്കറിയാം. ആസ് ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എ ഇൻറ്റു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ T1 മൈനസ് എ T2, ദ ഡിവിഷൻ ബൈ അവർ തമ്മിലുള്ള സെപ്പറേഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മെറ്റൽ റോഡാണ്, ഒരേ മെറ്റൽ റോഡാണ്. അപ്പോൾ കെ സെയിം ആണ്, എ സെയിം ആണ്, ലെങ്ത് സെയിം ആണ്. അപ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത് ആര് പ്രപ്പോർഷണലാണ്? ഡെൽറ്റ ടി. അത് കേസ് 1-ന് നമ്മളൊന്ന് നോക്കിയേ. അത് 110 100 അല്ലേ? അപ്പോഴത്തേക്കും ഡെൽറ്റ T1 എന്ന് പറയുന്നത് എക്സാക്ട്ലി 10 അല്ലേ? അപ്പോൾ കേസ് 2 എന്ന് നോക്കിയേ. അവിടുത്തെ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് 200 അല്ലേ? രണ്ട് എൻഡിലായിട്ട് കൊടുത്തിരിക്കുന്ന 200 210 അല്ലേ? അപ്പോൾ ഡെൽറ്റ T2 എത്രയാണ് മക്കളെ? ഇറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ രണ്ടിൻ്റെയും ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനല്ലേ പ്രൊപ്പോർഷണൽ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ എൻഡ്സ് രണ്ടിനും സെയിം അല്ലേ? അപ്പോൾ സ്വാഭാവികപരമായിട്ട് ഹീറ്റ് ഫ്ലോയും എന്ത് തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. സോ നമ്മുടെ തേർഡ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 joules per second. വ്യത്യാസമില്ല എന്നാണ് അർത്ഥം. വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗുഡ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. 2 rods A and B of different materials are welded together. The thermal conductivities are K1 and K2. The thermal conductivity of the composite rod will be. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ മുകളിലായിരിക്കും നമ്മുടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, താഴെയുമായിട്ടായിരിക്കും നൽകുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ് വൈസ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹീറ്റ് ഫ്ലോ എങ്ങനെ നടക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം സെൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ട് ഹീറ്റ് ഫ്ലോയുടെ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ തരത്തിലായിരിക്കും ഹീറ്റ് ഫ്ലോ നടക്കുക. എന്ന് പറയുമ്പോൾ ആ രണ്ട് കണ്ടക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ ക്ലാരിറ്റിയോടെ പറയാം പാരലലാണ് അല്ലേ? യെസ് എന്നോ? യെസ്. അപ്പോൾ പാരലൽ കോമ്പിനേഷനാണ് അവിടെ വന്നിരിക്കുക. ഹീറ്റ് ഫ്ലോ പാരലാണ്. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തെർമൽ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല കോൺസെപ്റ്റ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? 1 തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R1 + 1/R2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മളുടെ ചിന്തയിലേക്ക് വരേണ്ട ഐഡിയ ഇതാണ്. ഇതിന് തുല്യമായ ഒരൊറ്റ മെറ്റീരിയലാക്കി നമ്മളതിനെ മാറ്റുകയാണ്. ആ കോണ്ടെക്സ്റ്റിൽ നമ്മളത് ചിന്തിക്കുക. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. അപ്പോൾ അവൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്തെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് T1 T2 തന്നെയാണ്, ഒരേ ഡയമെൻഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ K എന്തെന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. സോ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് R എന്ന് പറയുന്നത് നമുക്കറിയാം L/K ആണ് അല്ലേ? അപ്പോൾ ഇവനെ കൺസിഡർ ചെയ്യുമ്പോൾ അവൻ്റെ ലെങ്ത് L തന്നെ അല്ല D തന്നെയാണ് എങ്കിലും അവൻ്റെ ഏരിയ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവൻ്റെ ഈ ഒരു സെക്ഷൻ എയും ഈ ഒരു സെക്ഷൻ എയും ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇവന് 2A ആണ് ഏരിയ എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തെർമൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തേ, അത് L/K അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ L എന്ന് പറയുന്നത് D അല്ലേ? K അല്ലേ? ഏരിയ 2A അല്ലേ? ഷുഡ് ഈക്വൽ ടു എന്താണാവുക? R1. എക്സാക്ട്ലി D ഡിവിഷൻ ബൈ K1 × A അല്ലേ? പ്ലസ് K2 എന്ന് പറയുന്നത് നമുക്ക് R2 എന്ന് പറയുന്നത് D ഡിവിഷൻ ബൈ K2 × A അല്ലേ? A/D ക്യാൻസലാണ്.
So simply we can say that k is equal to as k1 plus k2 division by s2. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, മറന്നു പോകരുത്. സിമ്പിളാണ്. ദ പവർ റേഡിയേറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി ഈസ് പി. അതൊക്കെ ഫസ്റ്റ് കേസിൽ പറയാണ്, പി ആണ്. ഇറ്റ് റേഡിയേറ്റ്സ് മാക്സിമം എനർജി അറ്റ് വേവ് ലെങ്ത് λ0. If the temperature of the black body is now changed so that it radiates maximum energy at രണ്ടാമത്തെ കേസായിട്ട് മാറുകയാണ്. അവിടെ മാക്സിമം എനർജിയുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 3/4 λ0 ആണ്. ദ പവർ റേഡിയേറ്റഡ് ബൈ ഇറ്റ് ബിക്കംസ് എൻ പി. അപ്പോൾ രണ്ടാമത്തെ കേസിൽ അത് പി ഡാഷ് എന്ന് പറയുന്നത് എൻ ബി ആയി മാറിയെങ്കിൽ ദ വാല്യൂ ഓഫ് എൻ ഈസ്, നമുക്ക് സിമ്പിളായിട്ട് അറിയാം. ഒരു മെറ്റീരിയലാണ് എടുക്കുന്നതെങ്കിൽ പവർ എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചറുമായി 4th പവറാണ്. അപ്പോൾ രണ്ട് കേസസ് നമുക്ക് എടുക്കുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം P1/P2 എന്ന് പറയുന്നത് T1/T2 ദ ഹോൾ റൈസ് ടു 4 ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പവർ പി ആണെങ്കിൽ രണ്ടാമത്തത് എൻ ബി എന്നാണ് നമുക്ക് തന്നിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു T1/T2 ദ ഹോൾ റൈസ് ടു 4 ആണ്. സോ നമുക്ക് കട്ട് ചെയ്താൽ അപ്പോൾ എൻ എന്ന് പറയുന്നത് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു T2/T1 ദ ഹോൾ റൈസ് ടു 4. ഇതാണ് നമ്മുടെ കണ്ടൻറ്റ്. ഹൗ ടു റിലേറ്റ്? അവിടെയാണ് നമ്മുടെ വിയൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അവിടെ ഓർക്കുക, നമുക്കറിയാം ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന മാക്സിമം വേവ് ലെങ്ത് ഇൻറ്റു അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അത് വിയൻസ് കോൺസ്റ്റൻ്റ് ആണ്. 2.39 × 10⁻⁻3. അപ്പോൾ നമുക്ക് രണ്ട് കേസസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ λ1 × T1 എന്ന് പറയുന്നത് λ2 × T2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട T2/T1 എന്ന് പറയുന്നത് λ1/λ2 ആണ്. ആദ്യത്തെ കേസിൽ λ0 ആണ്, രണ്ടാമത്തെ കേസിൽ 3/4 λ0 ആണ്. ഇറ്റ് ബിക്കംസ് 4/3 ആയി. സോ സിമ്പിളായിട്ട് നമുക്ക് പറയാം 4/3 ദ ഹോൾ റൈസ് ടു 4 ആണ്. 4th പവർ ഓഫ് 4 ഇറ്റ് ഈസ് 256 ആൻഡ് 4th പവർ ഓഫ് 3 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 81. സോ ദ 4th ഓപ്ഷൻ ആസ് ദി ആൻസർ. സോ ഇതൊക്കെ പ്രോമിസിങ്ങോടെ ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടൻ്റാണ്. പ്രത്യേകിച്ച് ആ വിയൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എ സിമിലർ കോൺസെപ്റ്റ് അഗൈൻ. എ സ്പെറിക്കൽ ബ്ലാക്ക് ബോഡി വിത്ത് റേഡിയസ് ഓഫ് 12 cm റേഡിയേറ്റ്സ് 450 watt പവർ അറ്റ് 500 Kelvin. ഇഫ് ദ റേഡിയസ് വെയർ halved ആൻഡ് ദ ടെമ്പറേച്ചർ ഡബിൾഡ് ദ പവർ റേഡിയേറ്റഡ്. ഓർത്തിരിക്കുക, പവർ ഒരു ബ്ലാക്ക് ബോഡിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം a∑T⁴ ആണ്. അപ്പോൾ രണ്ടാമത്തെ കേസിലെ പവറാണ്. നമുക്കതിനെ രണ്ട് എക്സ്പ്രഷനാക്കി ഒന്ന് മാറ്റിയാൽ സോ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് a2/a1 ഇൻറ്റു ദറ്റ് T2/T1 ദ ഹോൾ റൈസ് ടു 4 ആണ്. സോ a2 എന്ന് പറയുന്നത് നമുക്കവൻ്റെ റേഡിയസുമായിട്ട് കൺസിഡർ ചെയ്താൽ ദ ഹോൾ സ്ക്വയർ ആണ്. that much into T2/T1 the whole raised to 4. ഇവിടെ എത്രയാണ് റേഡിയസ് ആയിട്ട് പറയുന്നത്? റേഡിയസ് ഹാവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ R1/2 ആയിട്ടല്ലേ മാറുക? ദാറ്റ് മച്ച് സ്ക്വയർ ഇൻറ്റു എന്താണ് ടെമ്പറേച്ചറിനുണ്ടായ വ്യത്യാസം? ദ സെക്കൻഡ് ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ്. ദാറ്റ് മീൻസ് 2T1/T1 the whole raised to 4. So that is equal to 1/4 times of that 16. That is equal to 4. So we get the concept as P2 is equal to 4 times of P1. That is equal to 4 times of that P1 is 450 and you get the answer as 1800. The third option as the answer. അപ്പോൾ ഇതൊക്കെ വളരെ പ്രോമിസിങ്ങോടെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ്. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. Look here, an object is kept in a large room having air temperature of 25 degrees Celsius. Takes 12 minutes to cool from 80 to 70 degrees Celsius.
the time taken to cool for the same object from 70 to 60 degrees Celsius would be nearly. പല പ്രാവശ്യം ആവർത്തിച്ച കണ്ടൻ്റാണ് കേട്ടോ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട കണ്ടൻ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറഞ്ഞത് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ ചെയ്തു. T1 - T2 ഡിവിഷൻ ബൈ ദ ടൈം എന്ന് പറയുന്നത് K ഇൻറ്റു ദറ്റ് T1 + T2 ദ ഡിവിഷൻ ബൈ T മൈനസ് 2 മൈനസ് T0. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസ് പറയുന്നത് it will take 12 minutes to cool from 80 to 70. So you can T1 എന്ന് പറയുന്നത് നമുക്ക് 80 ആയിട്ട് എടുക്കാം. സോ 80 മൈനസ് 70 അത് 12 എന്നാണ് ടൈം നമുക്ക് തന്നിരിക്കുക. സോ 80 പ്ലസ് 70 ദാറ്റ് ഈസ് 150 by 2 മൈനസ് 25. So 10 by 12 that is equal to K into 75 by 25 that is becomes 50. Yes, cancel. So K become equal to 1 by 12 into 5 as a 60. But we needed to find the time to cool from 70 to 60. അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കതെങ്ങനെ അപ്രോച്ച് ചെയ്യാം? ഇതേ പ്രൊസീജിയർ എടുത്താൽ യെസ് 70 മൈനസ് 60 നമുക്ക് സമയമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. K നമുക്ക് ഓൾറെഡി അറിയാം 1 by 60 ആണ്. 70 plus 60, so that is 130 by 2, that is 65 minus 25. That is equal to 1 by 60 into 45, 40. So that is equal to 2 by 3, that is 10 by T. So the time is nothing but equal to 30, that division by 2, that is equal to 50 minutes. അപ്പോൾ ഇത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യനാണ്, ഓർത്തിരിക്കുക. ദ നെക്സ്റ്റ് കണ്ടന്റ് നോക്കാം. നമ്മുടെ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം നമുക്ക് 3 സിസ്റ്റംസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ AC എന്നുള്ള ബോഡിയും BC എന്നുള്ള സിസ്റ്റം രണ്ടുപേരും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആണെങ്കിൽ എയും ബിയും തമ്മിൽ ഇക്വിലിബ്രിയം ആയിരിക്കും. ടെമ്പറേച്ചർ എന്നുള്ള കണ്ടൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റാണ് നമ്മളുടെ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്കറിയാം, സിമ്പിളായിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജി അത് ഇൻറ്റേർണൽ എനർജി കൂട്ടാനും അതോടൊപ്പം വർക്ക് ചെയ്യാനും അത് ഉപയോഗിക്കുന്നു എന്നൊരു കോൺസെപ്റ്റ്, കൺസർവേഷൻ ഓഫ് എനർജി. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ 1-2 സൈൻ കൺവെൻഷൻസ് പറയാം, അത് ഓർത്ത് ഉപയോഗിക്കുക. നമ്മുടെ ഹീറ്റ് എനർജി, ഇപ്പോൾ ഹീറ്റ് എനർജി നമ്മൾ സാധാരണ സിമ്പിളായിട്ട് കൊടുക്കുന്ന എക്സ്പ്രഷൻ കൂടെ ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കുക. ΔQ എന്ന് പറയുന്നത് μc ΔT. അപ്പോൾ ഈ ഒരു കണ്ടൻ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അവിടെ C എന്ന് പറയുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അത് ഇപ്പോൾ കോൺസ്റ്റൻ്റ് പ്രഷർ ആണെങ്കിൽ അത് CP ആവും, വോളിയം ആണെങ്കിൽ CV ആവും, whatever may be the case. But keep in mind, if we are given the heat energy to a system, that delta Q is taken as positive. And if the system is liberate heat energy, you have to taken as a negative. That sign convention is very, very important. അതേപോലെ ഇൻറ്റേർണൽ എനർജി കോൺസെപ്റ്റുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓർമ്മയിരിക്കട്ടെ, ഒരു സിസ്റ്റത്തിന് 2 തരത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജീസ്, ഇൻറ്റേർണൽ എനർജീസ് ഉണ്ടാവും, പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജീസ്. അതിൽ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആണെങ്കിൽ കീപ്പ് ഇൻ മൈൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി കോൺട്രിബ്യൂഷൻ ഇല്ല, ദർ ഈസ് നോ ഇൻറ്റർ ആറ്റമിക് ഇൻറ്ററാക്ഷൻ. ബട്ട് ദ റിയൽ കേസസ് ആർ ദെയർ, അവിടെ ഉണ്ട് താനും, അത് ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കോൺസെപ്റ്റ് അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും ഐഡിയൽ ഗ്യാസ് കോൺസെപ്റ്റ്സുകളെല്ലാം തന്നെ ചെയ്യുക. പക്ഷേ 2 കോൺട്രിബ്യൂഷനും ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ സാധാരണ രൂപത്തിൽ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ എടുത്താൽ ടെമ്പറേച്ചർ ചേഞ്ച് മാത്രമാണ് അതിന് കാരണമാകുക. അതുകൊണ്ട് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഓർമ്മയിരിക്കട്ടെ ടെമ്പറേച്ചറുമായിട്ടാണ് റിലേഷൻ. ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസസ്, ഡെൽറ്റ യു ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് ടെമ്പറേച്ചർ ഡിക്രീസസ് ആണ് എങ്കിൽ ഉറപ്പിച്ച് പറയാം അവൻ്റെ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു നെഗറ്റീവായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം ഓർക്കുക, ഇൻറ്റേർണൽ എനർജി ഈസ് എ പോയിൻ്റ് ഫങ്ഷൻ. അതുകൊണ്ട് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് പാത്തിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇറ്റ് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇനിഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ നമ്മൾ ഈ ഹീറ്റ് എനർജി വർക്കായിട്ട് മാറുന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ നടന്നാൽ ഇറ്റ് ഈസ് ടേക്കൺ as പോസിറ്റീവ്, കംപ്രഷൻ ആണെങ്കിൽ നെഗറ്റീവ്, മറക്കരുത്. നമ്മുടെ ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രാംസ് ഒന്ന് ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ അതിലെപ്പോഴും വോളിയം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയയാണ് സാധാരണ വർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, വോളിയം ആക്സിസ്. അപ്പം ചിലപ്പോഴൊക്കെ പ്രഷർ വോളിയം അവർ തിരിച്ചു തരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോഴെല്ലാം ഓർത്തിരിക്കുക. അപ്പോൾ ഒരു സാധാരണ പ്രോസസ്സാണെങ്കിൽ ആ ഒരു തരത്തിലെ ആൻസേഴ്സിലേക്ക് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളാണ് ഐസോബാറിക് പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ്സ്. അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഐസോബോറിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് എന്നൊരു കാര്യം ഓർക്കുക. അതോടൊപ്പം ഐസോകോറിക് കോൺസെപ്റ്റ് വരുമ്പോൾ നമുക്കറിയാം വോളിയം കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് ഡെൽറ്റ വി ബിക്കം 0. ഐസോതെർമൽ പ്രോസസ്സ് ആകുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് മീൻസ് ഡെൽറ്റ ടി ബിക്കം 0. അപ്പോൾ അവിടെ പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, ആ റിലേഷൻ ഒരു ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർമ്മയിരിക്കട്ടെ. അഡയബാറ്റിക് പ്രോസസ്സ് വരുമ്പോൾ ഓർക്കുക, അവിടെ പോയ്സോൺസ് റിലേഷൻ ആസ് എ പി വി റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ മറ്റ് ഭാവങ്ങളൊക്കെ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റാണ്. ഇവിടെ ഈ പ്രോസസ്സിനെല്ലാം തന്നെ നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പി ഇൻറ്റു ഡി വി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ മ്യൂ ആർ ഇൻറ്റു ഡി ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണെന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ ഐസോതെർമിക് പ്രോസസ്സ് എടുക്കുമ്പോൾ അവിടെ മ്യൂ ആർ ടി ലോഗ് ടു ദ ബേസ് ഇ ഓഫ് V2 ബൈ V1 ഫൈനൽ വോളിയം ബൈ ഇനിഷ്യൽ, അല്ലെങ്കിൽ P1 ബൈ P2, അത് ഓർത്തിരിക്കുക. അഡയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ മറക്കാതെ, that is a P1 V1 minus P2 V2, that division by that is gamma minus 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കേണ്ട ഡേറ്റയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള കോൺസെപ്റ്റ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്യാം. സോ വൺ ക്വസ്റ്റ്യൻ ഈസ് ദേ. ലുക്ക്, a sample of 0.1 gram of water at 100 degrees Celsius and normal pressure requires 54 calorie of heat energy to convert into steam at 100 degrees Celsius. If the volume of the steam produced is 167.1 cc, the change in internal energy of the sample. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കണ്ടന്റ് ഒന്ന് ഓർക്കണം. ഐഡിയൽ ബിഹേവിയറിലെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് എന്ന് പറയുമ്പോൾ കോൺഫിഗറേഷൻ ചേഞ്ച് അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികപരമായിട്ടും അവിടെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ഇല്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അതൊരു റിയൽ ബിഹേവിയറാണ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പോലും അവൻ്റെ വോളിയം ഇൻക്രീസസ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ച് വരികയാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ ഐസോതെർമൽ പ്രോസസ്സാണ്, പക്ഷേ ഓർക്കണം പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കൊടുത്ത എമൗണ്ട് ഓഫ് എനർജി അവൻ്റെ ഇൻറ്റേർണൽ എനർജിക്കും അതോടൊപ്പം വർക്ക് ഡണ്ണിനും വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി യു ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡി യു എന്ന് പറയുന്നത് നമുക്ക് ഡി ക്യു മൈനസ് ഡി ഡബ്ല്യു ആയിട്ട് എടുക്കാം. എന്താണ് ഡി ക്യു? അവിടെ നമ്മൾ കൊടുത്ത എമൗണ്ട് ഓഫ് എനർജി 54 കാലറിയാണ് അല്ലേ. നമുക്ക് ജൂളിലാണ് ആൻസർ വന്നിരിക്കുക. അപ്പോൾ നമുക്ക് 4.2 × 10 ക്യൂബ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാണ്ട് 225.72 എന്ന് ഉള്ള വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്താണ് അവൻ്റെ വോളിയം ചേഞ്ച് ഉണ്ടായല്ലേ. അപ്പോൾ അത് ആ സിസ്റ്റം ചെയ്ത വർക്കായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ പി ഇൻറ്റു ഡി വി ആണല്ലേ. യെസ്, വോളിയം ചേഞ്ചാണ്. ഇപ്പം ഓൾറെഡി എത്ര വോളിയമാണ് ഉണ്ടായിരുന്നത്? അപ്പം 0.1 ഗ്രാമാണ് മാസ് അല്ലേ. അപ്പം സി സിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് വോളിയം എന്ന് പറയുന്നത് അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ സിമ്പിളായിട്ട് ആ ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത് മാസ് ബൈ ഡെൻസിറ്റി ആണ് അല്ലേ. മാസ് എന്താണാവോ?
എക്സാക്ട്ലി നമുക്ക് മാസ് 0.1 ഗ്രാം എന്നാണ് തന്നിരിക്കുക അല്ലേ. അവൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 അല്ലേ. യെസ്, അപ്പോൾ 0.1 ആണ് അവൻ്റെ വോളിയം. അപ്പോൾ ഇവിടുത്തെ വോളിയം ചേഞ്ച് എത്രയാണ്? അപ്പോൾ നമുക്ക് ഫൈനൽ വോളിയം 167.1 മൈനസ് 0.1, അപ്പം 167 cc ആണ്. അപ്പോൾ അതിനെ നമുക്ക് -6 ആയിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് 1.013 × 10⁻5 ഇൻറ്റു 167 × 10⁻6. ഇതാണ് അവിടെ സംഭവിച്ച വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് യു ഗെറ്റ് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു 16.91. അപ്പോൾ നമ്മുടെ ഡി യു എന്ന് പറയുന്നത് 225.72 മൈനസ് 16.91. So you get the value as around 208.7 joule. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു റിയൽ ബിഹേവിയർ വരുമ്പോഴുള്ള കോൺസെപ്റ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. An ideal gas goes from state A to state B via 3 different processes. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടൻറ്റിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് പക്ക സ്റ്റേറ്റ് ഫങ്ഷനാണ്, പോയിൻ്റ് ഫങ്ഷനാണ്. പക്ഷേ വർക്കും ഹീറ്റ് എനർജി അങ്ങനെയല്ല, അവർ പാത്ത് ഡിപ്പെൻഡബിളാണ്. അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് 3 വഴികളിലൂടെ എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് കിട്ടി, 3 പ്രോസസ്സിനും ഡി യു എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നു ഇഫ് Q1, Q2, Q3 ഇൻഡിക്കേറ്റ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ ഗ്യാസ് അലോങ് ദ 3 പ്രോസസ്സസ് and delta U1, U2, U3 indicate the change in internal energy along the 3 processes respectively. Then അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ കണ്ടൻറ്റ് തന്നെ നമുക്ക് കിട്ടിയല്ലേ, അവരെ ഇനിഷ്യലും ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസെപ്റ്റ് ഡെൽറ്റ U1 ഈക്വൽ ടു U2 ഈക്വൽ ടു ഡെൽറ്റ U3 ആണ്. അപ്പോൾ ആദ്യത്തെ 2 ചോയ്സിലേക്ക് ഒതുങ്ങി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കറിയാം ഡി ക്യു എന്ന് പറയുന്നത് എസ്പെഷ്യലി ഡി യു പ്ലസ് ഡി ഡബ്ല്യു ആണല്ലേ. അപ്പോൾ ഇത് 3 കൂട്ടർക്ക് സെയിം ആണെങ്കിൽ പിന്നെ ആര് തീരുമാനിക്കും? ഡെൽറ്റ ഡബ്ല്യു, ഡി ഡബ്ല്യു. വർക്ക് ഡൺ ആരാണ്? അപ്പം വർക്ക് ഡൺ എന്ന് പറയുന്നത് വോളിയം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയ ആണല്ലേ. അപ്പോൾ ഈ ഓരോരോ പ്രോസസ്സായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഏരിയ എന്ന് പറയുന്നതല്ല രണ്ടാമത്തെ എ ബി മേക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറയാനേക്കാളും കുറവാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് പറയാം ദാറ്റ് വർക്ക് ഡൺ ഡെൽറ്റ W4 1 is greater and compared to 2 and compared to 3. So and hence we can say as Q1 should be greater than 2 should be greater than 3. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റാണ്, ഓർമ്മയിരിക്കട്ടെ. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടിയാണ്. 2 cylinders A and B of equal capacity are connected to each other via a stopcock. A contains an ideal gas at a standard temperature and pressure. The B is completely evacuated. The entire system is thermally insulated. The stopcock is suddenly opened. The process is. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ബേസിക്കോടെ വരണം. ഇത് നമ്മുടെ NCERT കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സാധാരണ രൂപത്തിൽ ഇപ്പോൾ ഈക്വൽ വോളിയംസ് ബേസ് ചെയ്തിട്ടാണ് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ 2 കണ്ടെയ്നേഴ്സും തമ്മിലൊരു വാൽവ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഇവാക്യുവേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് പ്രഷർ ഈസ് 0.
അപ്പോൾ ഇവിടെ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. ആൻഡ് ഇവൻ തെർമലി ഇൻസുലേറ്റഡ് ആണ്. ഈ തെർമലി ഇൻസുലേറ്റഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ദാറ്റ് ഈസ് ഫോർ ദ അഡയബാറ്റിക് അല്ലേ, കാരണം നമുക്കറിയാം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പം അത്തരം പ്രോസസ്സിലായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻറ്റാണ്. അതോടൊപ്പം തന്നെ ഈ അഡയബാറ്റിക് പ്രോസസ്സിന് മറ്റൊരു ക്വാളിറ്റി പറയേണ്ടത് അതൊരു ക്വിക്ക് പ്രോസസ്സ് കൂടിയായിരിക്കും. ക്വിക്ക് പ്രോസസ്സാണ്. പക്ഷെ പാരലായിട്ട് ഓർത്തിരിക്കണം, ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാൾസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് ആയിരിക്കണം. അതേ സമയത്ത് സാധാരണ കേസസിലെല്ലാം തന്നെ അതൊരു സ്ലോ പ്രോസസ്സായിരിക്കും. ഇൻഫിനിറ്റെസിമലി സ്ലോ പ്രോസസ്സാണ്. എന്തുകൊണ്ട് സ്ലോ ആകുന്നു? അവൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്നത് ഉറപ്പായിട്ടും ട്രാൻസ്ഫേർഡ് ആയിക്കൊണ്ടേയിരിക്കണം. അത് സ്ലോ ആണെങ്കിൽ മാത്രമേ ടെമ്പറേച്ചർ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുവാൻ പറ്റൂ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഇതിനെ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ്, ഇഫ് ദ വാൽവ് ഈസ് ഓപ്പൺഡ് ഇറ്റ് ഈസ് ദ എക്സ്പാൻഷൻ അഗൻസ്റ്റ് സീറോ പ്രഷർ ആൻഡ് ഈസ് സെഡ് ടു ബി ദ ഫ്രീ എക്സ്പാൻഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻ്റാണ്. അപ്പോൾ അവിടെ എക്സ്പാൻഷൻ അഗനിസ്റ്റ് 0 പ്രഷർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സിലിണ്ട്രിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പിസ്റ്റൺ ടൈപ്പ് മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. തെർമലി ഇൻസുലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ഹീറ്റ് എനർജി എൻ്റർ ഇൻ ടു ദ കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻ്റെ എനർജി എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനെയാണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അത് തെർമലി ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ അഡയബാറ്റിക് കോൺസെപ്റ്റ് ആയിട്ട് പറയാം. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ആസ് ദി ആൻസർ. ഇറ്റ്സ് എ ഗുഡ് കോൺസെപ്റ്റ്. ദെൻ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. 2018 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്തേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റാണ്. The volume of a monoatomic gas varies with its temperature T as shown in the figure. The ratio of work done by the gas to the heat absorbed when it undergoes a change from state A to B. അപ്പോൾ നമ്മളൊന്ന് സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ നമ്മുടെ ആ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, സ്ലോപ്പാണ് ഉള്ളത്. അപ്പം അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായിട്ട് ഡയറക്റ്റ്ലി, അപ്പോൾ പ്രഷർ ഈസ് എ കോൺസ്റ്റൻ്റ് അല്ലേ. യെസ്. സോ കോൺസ്റ്റൻ്റ് പ്രഷറിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് പ്രഷറിലെ വർക്ക് ഐസോബാറിക് പ്രോസസ്സ് നമുക്കറിയാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാം പി ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയമാണ് അല്ലേ. So we know the concept from ideal gas equation as P is equal to mu RT, and here the pressure is a constant. So if you just differentiate P dV, take the value as is equal to mu R dt. So we can just put the value for W as is equal to mu R dt, that division by dq. Whatever may be the process there, you can write it to be as a delta Q is equal to mu C dt. വളരെ important ആണ്. But here it is given, it is at constant pressure. So we can put the value dqp is equal to mu cp dt. And we can say that is equal to mu times of cp from Mayer's relation. What is Mayer's relation? You know, that is a cp minus a cv is equal to capital R. But the molar specific heat capacity, it is very important, not the thermal capacity or specific heat capacity, only molar specific heat capacities. So അങ്ങനെയാണെങ്കിൽ സി പി എന്ന് പറയുന്നത് സി വി പ്ലസ് ആർ ആണ്. And keep in mind it is a monoatomic, and hence you can put the value for CVS is equal to 3/2R plus R. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻ്റ് ആണ്. That means that is equal to 5/2R. So we can put the value as 5/2R into dt. So we can put for delta Q is equal to mu into 5/2R into dt.
And we can just cut the values, the mu r dt. So you get the value as is equal to 2/5, our option number 1. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ്സുകളാണ്. നമ്മുടെ പ്രോസസ്സസ് വളരെ വ്യക്തതയോടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. The next one. Thermodynamic processes are indicated in the following diagram. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റുകളാണ്. Look carefully. The process 1. അപ്പോൾ നമ്മുടെ ആ ഗ്രാഫ് ഒന്ന് വളരെ ശ്രദ്ധയോടെ, അപ്പോൾ അതിൽ വളരെ അതോറിറ്റീവായിട്ട് ചിന്തിക്കേണ്ട കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ആ പോയിൻ്റുകൾ തമ്മിൽ വളരെ വ്യക്തമായിട്ട്, അപ്പോൾ ആ പോയിൻ്റ് ബേസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോസസ്സാണ് ഒന്നാമത്തത്. ആൻഡ് ഒന്നാമത്തെ പ്രോസസ്സ് താഴോട്ടാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് വൺ, ദിസ് ഈസ് ദ തേർഡ് വൺ. അപ്പോൾ ദിസ് ഈസ് ദ സെക്കൻഡ് വൺ, ദിസ് ഈസ് ദ തേർഡ് വൺ ആൻഡ് ദിസ് ഈസ് ദ ഫോർത്ത് വൺ. അപ്പോൾ ഈ പ്രോസസ്സുകളെ, അപ്പോൾ ഇത് 2022 ആവർത്തിച്ച ഒരു കണ്ടൻ്റാണ്, ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ നമ്മുടെ പ്രഷറാണ്, എക്സ് ആക്സിസിൽ വോളിയമാണ്. അപ്പോൾ ഇവിടെ പാരലാണ്, അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റാണ്. സോ ദ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോകോറിക്കാണ്. സോ ദ ഫസ്റ്റ് പ്രോസസ്സ് ഐസോകോറിക്കാണ്. അപ്പം തന്നെ നമുക്ക് 2 ചോയ്സസ് ആയിക്കഴിഞ്ഞു, എയും ബിയുമായി. ഇനി രണ്ടാമത്തെ പ്രോസസ്സ്, ആ 2ഉം 3ഉം വളരെ ശ്രദ്ധയോടെ ഇപ്പോൾ നമ്മളൊരു എക്സ്പാൻഷനാണ് നടക്കുന്നതെങ്കിൽ, ഓക്കെ, വാട്ട് എവർ മേ ബി ദ കേസ്, അപ്പോൾ ഇതിൽ ഈ വേരിയേഷൻ വരുന്ന 2 പേരും ഒന്നുകിൽ അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസോതെർമലായിരിക്കും. പക്ഷേ അതിൽ എപ്പോഴും ഓർത്തിരിക്കുക, അഡയബാറ്റിക് കർവുകൾ എന്ന് പറയുന്നത് ആർ മോർ സ്റ്റീപ്പർ ദാൻ ഐസോതെർമൽ. ഒരു ഗാമ സ്ലോപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് അഡയബാറ്റിക് ആയിരിക്കും ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഐസോതെർമൽ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് ചിന്തിക്കുമ്പോൾ സൂക്ഷിച്ച് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർവിനകത്ത് കംപ്രഷനാണ് വരുന്നതെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഈ തരത്തിലുള്ള കർവാണ് വരുന്നതെങ്കിൽ ഒരേ വോളിയം ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് നേരെ തിരിയുകയാണ്. അപ്പോൾ ആദ്യത്തത് ഇവിടുത്തെ ഈ ഒരു കർവ് ഐസോതെർമലാകും, ഇത് അഡയബാറ്റിക്കായി മാറും. അപ്പം അത് ഒന്ന് ഓർമ്മയിരിക്കട്ടെ. കാരണം സ്ലോപ്പ് കൂടുതൽ ആർക്കാണോ വരുന്നത് അവരായിരിക്കും അഡയബാറ്റിക് കോൺസെപ്റ്റിലേക്ക് വരിക. അപ്പോൾ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ബോട്ടത്തിലുള്ളത് അഡയബാറ്റിക്കും കംപ്രഷൻ നടക്കുമ്പോൾ മുകളിലുള്ളതായിരിക്കും അഡയബാറ്റിക്. അത് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആൾ, അപ്പോൾ നമുക്ക് തന്നെ ആൻസർ ആയി കഴിഞ്ഞു. രണ്ടാമത്തേത് അഡയബാറ്റിക്കാണ്. സോ എ ആണ് ഓപ്ഷൻ. ആൻഡ് തേർഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 6ആണ്. തേർഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഐസോതെർമൽ പ്രോസസ്സായിട്ട് മാറുകയാണ്. ഡി ആണ് ഓപ്ഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, ഐസോബാറിക് ആയിട്ടായിരിക്കും പോവുക. അവയുടെ റിലേഷൻസും വർക്ക് ഡണ്ണും ഒക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, എ ഗുഡ് ക്വസ്റ്റ്യൻ. Figure below shows 2 paths that may be taken by a gas to go from a state A to a state to C. In process AB, 400 joule of heat is added to the system, and in process BC, 100 joule of heat is added to the system. The heat absorbed by the system in the process AC. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് സിയിലേക്കുള്ള വഴിയാണ്, പക്ഷെ 2 വഴികളിലൂടെയാണ് മൂവ് ചെയ്യുക. അതിൽ കേസ് 1 ആയിട്ട് നമുക്ക് എ ബി സി എടുത്താൽ എയിൽ നിന്ന് ബിയിലേക്ക് ദെൻ ബി ടു സി, ഇങ്ങനെ 2 സ്റ്റെപ്പ് വഴിയാണ് സിയിലെത്തുക. പക്ഷേ
കേസ് 2 പറയുന്നത് അങ്ങനെയല്ല. അവിടെ എയിൽ നിന്ന് സിയിലേക്ക് ഡയറക്റ്റ് എൻട്രിയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കണ്ടീഷൻ, ഇപ്പോൾ പ്രോസസ്സ് എ ബിയിലെ ഡി ക്യു എന്ന് പറയുന്നത് 400 ജൂളായിട്ടാണ് കൊടുക്കുക. ആൻഡ് ഫോർ ബി സി ഇറ്റ് ഈസ് ഈക്വൽ ടു 100. അതോടൊപ്പം നിങ്ങൾ ആ ഒരു ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ എ ബി സി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ ദ പാത്ത് ഈസ് ലൈക്ക് ദിസ് വൺ. ഇങ്ങനെ ഒരു കേസ് ഉണ്ടല്ലേ, ഇങ്ങനെ പോയിട്ട് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ, ഇങ്ങനെ വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു കർവ് കൊണ്ട് എന്ത് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും? വർക്ക് ഡൺ വളരെ ഈസിയോടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. യെസ്, എക്സാക്ട്ലി. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് ചോദ്യത്തിൻ്റെ കോൺസെപ്റ്റിലേക്ക് വന്നാൽ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമ്മുടെ എ സിയുടെ എന്ന് പറയുമ്പോൾ ഡി ക്യു എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി ക്യു എ സി എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തതയോടെ അറിയാം, അത് ഡി യു എ സി പ്ലസ് അവിടുത്തെ വർക്ക് ഡൺ അല്ലേ. അപ്പോൾ നമ്മുടെ ആ ഗ്രാഫ് ബേസ് ചെയ്ത് ഡി ഡബ്ല്യു എ സി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ ഡി യു എ സി കണ്ടുപിടിക്കണം. ബട്ട് എ സി എന്ന് പറയും, എയും സിയും പോയിൻ്റ് എ ബി സിക്കും ഇനിഷ്യലും ഫൈനലുമാണ്. എന്ന് വെച്ചാൽ എക്സാക്ട്ലി ഇത് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫങ്ഷനാണ്. അത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഫസ്റ്റ് കേസ് തന്നിരിക്കുക. പക്ഷെ അവിടെ വർക്ക് ഡൺ എടുക്കുന്നത് സൂക്ഷിച്ചോണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി ബേസ് ചെയ്ത് നമ്മൾ ഇക്വേഷൻ എഴുതിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി യു എ ബി പ്ലസ് ഡി ഡബ്ല്യു എ ബി ആണ്. നമുക്ക് എ ബി സി മൊത്തത്തിൽ നമുക്കൊന്ന് നോട്ട് ചെയ്യാം, എ ബി സി. അപ്പോൾ നമുക്ക് ഡി യു ആണ് എ സിയുടേത്. എ ബി സി എന്ന് പറയുമ്പോൾ എ സി എന്ന് പറയുന്നത് അവിടുത്തെ ഡി ക്യു എ ബി സി മൈനസ് ഡി ഡബ്ല്യു എ ബി സി. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ഡി ക്യു എ ബി സി എന്ന് പറയുന്നത്? ഡി ക്യു എ ബി പ്ലസ് ബി സി അല്ലേ. എ ബി എത്രയായിട്ട് തന്നിട്ടുണ്ട്? 400 ആണ്. അപ്പോൾ ബി സി എത്രയാണ്? 100. അപ്പോൾ 500 ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡി ഡബ്ല്യു എ ബി സി? അത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് എ ബി സി ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് വോളിയം ആക്സിസുമായിട്ട് എത്ര ഏരിയയാണ് സബ്ടെൻഡ് ചെയ്യുന്നത് അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു റെക്റ്റാങ്കിളായി അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വർക്ക് ഡൺ ദാറ്റ് ഈസ് നമ്മൾ ഡി ഡബ്ല്യു എ ബി സി എന്ന് പറയുന്നത് അവൻ്റെ ഏരിയയാണ്. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമായി അല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ വോളിയം ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഫൈനൽ വോളിയം 4 × 10⁻⁻3, ഇനിഷ്യൽ 2 × 10⁻⁻3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 - 2 × 10⁻⁻3 ഇൻറ്റു നമ്മുടെ പ്രഷർ. അപ്പോൾ ബി സി കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നത് 6 × 10⁻⁴ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10⁻⁻3 ഇൻറ്റു 6 × 10⁻⁴ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 120. അത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികപരമായിട്ടും യെസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 500 - 120. So that is equal to, yes, exactly 380 that much joule. അപ്പോൾ നമുക്ക് ഡി യു എ സി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് വന്നേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുമാത്രം എനർജിയാണ് അത് അബ്സോർവ് ചെയ്തത് ഫോർ എ സി. ഡി ക്യു ആണ്. അപ്പോൾ ഡി യു എ സി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് 380 ആണ്. ഡി ഡബ്ല്യു എപ്പോഴും ഓർക്കേണ്ട കോൺസെപ്റ്റാണ്. ഇവിടെ എക്സ്പാൻഷനാണ് നടക്കുക. എക്സ്പാൻഷൻ വരുമ്പോൾ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് അത് സബ്ടെൻഡ് ചെയ്യുന്ന ഏരിയയാണ് നമുക്ക് വേണ്ടത്, ഈ ഏരിയ. അപ്പോൾ ആ ഏരിയ എന്ന് പറയുന്നത് ക്ലാരിറ്റിയോടെ നമുക്ക് സിമ്പിളായിട്ട് പലതരത്തിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ അഡപ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ട്രപ്പീസ്യത്തിൻ്റെ ഏരിയ എടുത്താൽ മതിയാണ്. അപ്പോൾ 1/2 ഇൻറ്റു ട്രപ്പീസ്യത്തിൻ്റെ ഏരിയ
സം ഓഫ് ദ പാരലൽ സൈഡ്സ് അല്ലേ ഇൻറ്റു ആൾട്ടിറ്റ്യൂഡായിട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ എന്ന് പറയുമ്പോൾ പ്രഷറാണ് അല്ലേ. സോ 2 + 6 ഇൻറ്റു 10⁴ ഇൻറ്റു എച്ച്. അപ്പോൾ ഈ ഒരു സെപ്പറേഷനാണ്. ദാറ്റ് ഈസ് 4 - 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10⁻³ 2 കട്ടായി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ജൂൾ. സോ അതാണ് നമ്മുടെ AC പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 380 + 80. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 460 ജൂൾ. സോ അവർ ആൻസർ ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ. സോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോസസ്സാണ്. അപ്പോൾ അതിൽ വർക്ക് എടുക്കുന്ന സമയത്ത് പല കുട്ടികൾക്ക് എറർ വരാറുണ്ട്. അപ്പോൾ ABC ഇപ്പോൾ നമുക്കൊരു സൈക്ലിക് പ്രോസസ്സാണ് അല്ലേ, സൈക്ലിക് പ്രോസസ്സാണ്. സൈക്ലിക് ആയിട്ടുള്ള ഒരു ഗ്രാഫ് മാതിരി തോന്നിയാൽ അത് ഒരു അപകടമാണ്. കാരണം ABC അതിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് എണ്ണത്തിൻ്റേതായിട്ട് കൺസിഡർ ചെയ്യരുത്. അത് വോളിയം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന വർക്ക് എടുക്കാൻ പാടുള്ളൂ. അതേപോലെ AC എടുത്തപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു അബദ്ധം വരാതിരിക്കുക, അത് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, നമ്മുടെ ഇൻറ്റേർണൽ എനർജി കോൺസെപ്റ്റ് വളരെ വ്യക്തതയോടെ പറഞ്ഞു. എന്താണ്? അതൊരു സ്റ്റേറ്റ് ഫങ്ഷനാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ്, ഈ ABCയുടെ ഇനിഷ്യൽ ഫൈനൽ പൊസിഷൻ തന്നെയാണ് AC-യുടെ ഇനിഷ്യലും ഫൈനലും. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് 2 വഴികളിലൂടെ പോയാലും ഇറ്റ് ബിക്കംസ് എ കോൺസ്റ്റൻറ്റ് വൺ. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ക്വസ്റ്റ്യനുകൾ നമുക്ക് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ബി കെയർഫുൾ. നെക്സ്റ്റ് വൺ നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഐസോതെർമൽ അഡയബാറ്റിക് കോൺസെപ്റ്റ്സുകൾ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടൻ്റാണ്. എ monoatomic gas at a pressure P having a volume V expands isothermally to a volume 2V and then allowed adiabatically to a volume 16V. The final pressure of the gas is given the gamma as 5/3. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്, ഇപ്പോൾ ആദ്യം ഞാൻ ഒരു ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് പിന്നെ തേർഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുകയാണ് ആദ്യത്തെ പ്രഷർ P ആണ്, അവൻ്റെ വോളിയം V ആണ്. രണ്ടാമത്തെ വോളിയം 2V ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ P2 എന്തായിരിക്കും? അതിനായിരിക്കും നമുക്ക് പ്രോസസ്സ് തന്നിരിക്കുന്നത്, അത് ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിന് എന്താണ് കണ്ടീഷൻ? നമ്മുടെ ബോയിൽസ് ലോ പ്രകാരം നമുക്കറിയാം P1 V1 ഷുഡ് ഈക്വൽ ടു P2 V2 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് P2 ആണ്. സോ P2 എന്ന് പറയുന്നത് P1 V1/V2 ആണ്. അവിടുത്തെ ഇനിഷ്യൽ പ്രഷർ P1 ആണ്. സെക്കൻഡ് വോളിയം ഡബിൾ വോളിയമാണ്. സോ പ്രഷർ P2 എന്ന് പറയുന്നത് P/2 ആയി മാറി. എന്നിട്ട് ഇതിനെ അഡയബാറ്റിക്കലി ആക്കുകയാണ് ടു ദ വോളിയം. അപ്പം V3 വോളിയത്തിലേക്ക് വരികയാണ്, 16V ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രഷർ എന്തെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഏത് കോൺസെപ്റ്റാണ് യൂസ് ചെയ്യേണ്ടത് ശ്രദ്ധിച്ച്. അപ്പോൾ നമുക്ക് ഈ അഡയബാറ്റിക് പ്രോസസ്സിൽ പ്രഷറും വോളിയവും ചേർത്തുള്ള റിലേഷൻ, ടെമ്പറേച്ചർ വോളിയവും ചേർത്തുള്ള റിലേഷൻ, പ്രഷറും ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ, മൂന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പ്രഷർ വോളിയവും തമ്മിലാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം 2 കേസസ് ആയിട്ട് എടുത്താൽ PV⁻γ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ 2 കേസസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, ഇവർ തമ്മിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, P2 V2⁻γ ഈസ് ഈക്വൽ ടു ദറ്റ് P3 V3⁻γ. ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ പ്രഷറാണ്. So P3. So P3 take the value equal to P2 into, yes exactly, V2/V3 the whole raised to gamma. വളരെ തെറ്റാൻ ചാൻസ് കൂടിയ സ്റ്റെപ്പുകളാണ്, സൂക്ഷിച്ച്. സോ P2
അപ്പോൾ നമുക്കിവിടെ P2 എടുക്കുമ്പോൾ അബദ്ധം പണയരുത്, ശ്രദ്ധിച്ച്. അപ്പോൾ ഇവിടെ P/2 ആണ്. V2 യെസ് 2V ആണ്. ആൻഡ് V3 ഇറ്റ് ബിക്കംസ് 16V ആണ്. ദ ഹോൾ റൈസ് ടു 5/3 ആണ്. സോ V നമുക്ക് കട്ടായി. 2 16 8 ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P/2 ഇൻറ്റു 1/8. അത് ഞാൻ 1/2 ക്യൂബായിട്ട് എഴുതി. സോ ഇൻറ്റു 5/3 ആണ്. 3 3 കട്ടായി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P/2 ഇൻറ്റു 1/2 റൈസ് ടു 5. So 32. So that is equal to P/64. So we get the answer as the third option. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഐസോതെർമൽ പ്രോസസ്സും അതിൻ്റെ ഉള്ളിൽ വന്നു, അതോടൊപ്പം അഡേബാറ്റിക് കോൺസെപ്റ്റും വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ഡൺ, അതോടൊപ്പം ഇത്തരം റിലേഷൻസ്, അതിൻ്റെ ബേസിക് ഇക്വേഷൻസ് അവിടെ എപ്പോഴും ഓർത്തിരിക്കണേ. നമുക്കിപ്പോൾ PV/ഗാമയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതെങ്ങനെ പ്രഷറും ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷനിലേക്ക് മാറ്റാം. കൂട്ടത്തിൽ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ആ ഒരു റിലേഷൻ ഒന്ന് മനസ്സിലുണ്ടെങ്കിൽ അത്തരം ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് എളുപ്പം മടങ്ങാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ് ആണ്. സോ വി ക്യാൻ ഗോ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ തെർമോഡൈനാമിക് സിസ്റ്റം അണ്ടർഗോസ് a cyclic process ABCDA as shown in figure. The work done by the system in the cycle is. അപ്പോൾ അത് ഒരു സ്പെഷ്യലായിട്ടുള്ള കേസാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നമ്മുടെ കർവ് ഒന്ന് നോക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പോയിൻ്റ് പ്രകാരം ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. രണ്ടാമത്തെ കേസസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, അത് വരുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഞാൻ ടോപ്പിലുള്ള ഒന്നും ഇത് രണ്ടും ഒന്നും കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം, ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിലുള്ള വർക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണ് എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട കാര്യം അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് വരുമ്പോൾ എപ്പോഴും കംപ്രഷനാണ് പ്രിഡോമിനൻസ് വരുന്നത്. കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ വർക്ക് ഡൺ എപ്പോഴും നെഗറ്റീവാണ്. അപ്പോൾ മെക്കാനിക്സുമായിട്ട് ചിന്തിച്ച് മോശമാക്കരുതേ സിറ്റുവേഷൻ. എപ്പോഴും ഓർക്കുക, കംപ്രഷനാണ് പ്രിഡോമിനൻസ് വരുന്നത് അണ്ടർ കംപ്രഷൻ. അങ്ങനെ വരുമ്പോൾ മൈനസ് ആണ്. അപ്പോൾ അവനെ നമുക്കൊരു ട്രയാങ്കിളായിട്ട് എടുത്താൽ ഹാഫ് ഇൻറ്റു അവൻ്റെ ബേസായിട്ട് 2V - V ആണ്. സോ V0 ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് 3P0 മൈനസ് 2P0. So P0. So that is equal to half into V0, that 3P0, that becomes P0. അപ്പം ഇൻ ദ സിമിലർ വേ രണ്ടാമത്തെ കേസ് നമ്മളൊന്ന് നോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, ലുക്ക് ഹിയർ. അപ്പോൾ അവൻ ആ ക്ലോക്ക് പ്ലസ് ആയിരിക്കും. കാരണം ക്ലോക്ക് വൈസ് വരുമ്പോൾ എക്സ്പാൻഷനാണ് പ്രിഡോമിനൻ്റ് എഫക്റ്റ് വരിക. സോ ദാറ്റ് മച്ച് ഇൻറ്റു ഒരു ട്രയാങ്കിളാണ്, ഹാഫ് ഇൻറ്റു ബേസ്. അപ്പോൾ ബേസ് വരുമ്പോൾ നമുക്ക് 2V0 - V0 ആണ്. ഓൾട്ടിറ്റ്യൂഡ് അവിടെ നമുക്ക് എടുക്കാം. വീണ്ടും 2P0 - P0 എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു നല്ലൊരു കോൺസെപ്റ്റാണ്. പലപ്പോഴും ആവർത്തിക്കുന്ന ചില കാര്യങ്ങളും അതിനകത്തുണ്ട്. അത് ശ്രദ്ധിച്ചേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന കണ്ടൻറ്റ് ഇങ്ങനെയാണ്. അത് പലപ്പോഴും പല എൻട്രൻസിനും ആവർത്തിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരേണ്ട കാര്യം ഒരു സ്പെറിക്കലായി അതിലൊരു സർക്കിൾ തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രഷർ ആക്സിസ്, വോളിയം ആക്സിസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഹൗ യു കാൽക്കുലേറ്റ് ദാറ്റ് വൺ, അതിൻ്റെ വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഓർത്തിരിക്കണം, അതിൻ്റെ ഡയറക്ഷൻ ഒരു ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇവിടെ. അപ്പോൾ മൈനസ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കാം. അപ്പോൾ അവരിവിടെ മിക്കവാറും തന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രഷർ തന്നിട്ടുണ്ടാവും, ഇവിടുത്തെ പ്രഷർ തന്നിട്ടുണ്ടാവും. അതേപടി ഇവൻ്റെ ഇനിഷ്യലായിട്ടുള്ള വോളിയം തന്നിട്ടുണ്ടാവും, ഇവിടുത്തെ ഫൈനൽ വോളിയവും. എങ്ങനെയായിരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്കറിയാം സർക്കിൾ എന്ന് പറയുമ്പോൾ ഡയമീറ്റർ സെയിം ആണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡയമീറ്റർ എടുത്ത് ചെയ്താൽ ആൻസർ റോങ് ആവും. കാരണം ഡയമെൻഷനലി കറക്റ്റ് ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർത്തിരിക്കുക,
നമുക്ക് ഇവിടുത്തെ ഏരിയ കൺസിഡർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൈ ഇൻറ്റു അവൻ്റെ റേഡിയസ് സ്ക്വയറാണ്. അത് ഡയമീറ്ററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ അത് d²/4 ആണ്. അപ്പോൾ ആ ഡയമീറ്ററിനെ നമുക്ക് രണ്ട് തരത്തിലായിട്ടൊന്ന് ചിന്തിച്ചേക്കാം. അത് പ്രഷർ ബേസ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ചിന്തിക്കാം, അതിൻ്റെ കൂട്ടത്തിൽ വോളിയം ബേസ് ചെയ്ത് മറ്റൊരു കണ്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ആൻസർ എന്ന് പറയുന്നത് π/4 ഇൻറ്റു. So simply we can say that diameter for the pressure എന്ന് പറയുന്നത് P2 minus P1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വോളിയം എന്ന് പറയുന്നത് V2 minus V1 ആയിട്ട് കൺസിഡർ ചെയ്യാം. And this is a very important. So that is a very important graph too. അത് ഓർമ്മയിരിക്കട്ടെ. Next one. A thermodynamic system is taken through the cycle ABCD. The heat rejected by the gas during the cyclic process is. നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, വാട്ട് എവർ മേ ബി ദ കേസ്, നമുക്ക് ഉപയോഗിക്കേണ്ടത് ഐഡിയൽ ഗ്യാസ് സെറ്റപ്പാണ്, ഐഡിയൽ ഗ്യാസ് കോൺസെപ്റ്റാണ്. അത് മറന്നു പോകരുത്. ഇനി ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. എന്താണ് സൈക്ലിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത? അവിടുത്തെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ dQ എന്ന് പറയുന്നത് du പ്ലസ് dW ആണ്. അപ്പോൾ du 0 ആണെങ്കിൽ dQ എന്ന് പറയുന്നത് അവിടുത്തെ വർക്ക് ഡൺ ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഹീറ്റ് റിജക്റ്റഡ് ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് ദ സൈക്ലിക് പ്രോസസ്സ് എത്രയെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ dQ എന്ന് പറയുന്നത് dW ആണ്. വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് സൈക്കിൾ പ്രോസസ്സിലെ അതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ, സോ സിംപ്ലി വി ക്യാൻ സേ ആസ് 2p minus p that much into that വോളിയം 3v minus v. So that is equal to p into 2v. So that is equal to 2pv. That means our first option ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുക. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ മൂവ് വിത്ത് ദ അനദർ വൺ. അഗെയിൻ എ ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. സെക്കൻഡ് വൺ. എ മാസ് ഓഫ് ഡയറ്റമിക് ഗ്യാസ് ഗാമ ഇറ്റ് ഈസ് ഗിവൻ ആസ് 1.4. ഇപ്പോൾ ഡയറ്റമിക് ഗ്യാസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 7/5 അല്ലെങ്കിൽ 1.4 ഓർമ്മയിരിക്കുക. ഗാമ at a pressure of 2 atmospheres and is compressed adiabatically so that its temperature rises from 27 degrees Celsius to 927 degrees Celsius. The pressure of the gas in final state. ഇപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ചും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഡയറക്റ്റായിട്ട് റിലേഷൻ ഓർക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ PV raised ഗാമ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഇത് ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുക? അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. അപ്പോൾ സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ നമുക്ക് പ്രഷറുമായിട്ടുള്ള റിലേഷനാണ് വേണ്ടത് അല്ലേ, ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് വോളിയത്തിന് പകരമായിട്ട് μRT/P ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So the volume, it is proportional to T/P raised to gamma is a constant. So that is a P raised to 1 minus gamma, T raised to gamma is a constant. ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട റെലവൻ്റ് ആയ കോൺസെപ്റ്റ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ആൻസറിലേക്ക് വരാൻ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കാണാതെ പഠിക്കേണ്ട ഒരു റിലേഷൻ കൂടിയാണ്. അപ്പോൾ ഗാമ നമുക്ക് തന്നിട്ടുണ്ട്. പ്രഷറിൻ്റെ കോൺസെപ്റ്റാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഗിവൺ ദ 2 ടെമ്പറേച്ചേഴ്സ്. നമ്മുടെ ഐഡിയൽ ഗ്യാസ് കോൺസെപ്റ്റ് എപ്പോഴും അബ്സലൂട്ട് സ്കെയിലുമായിട്ടാണ് നമുക്ക് റിലേഷൻ വരേണ്ടത്. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പോൾ അബ്സലൂട്ട് സ്കെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് യു നീഡ് ടു സേ ആസ് 27 പ്ലസ് 273. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 300 ഡിഗ്രി കെൽവിനാണ്. അതേപോലെ ദ സെക്കൻഡ് കേസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 927 plus 273. So that is equal to 1200. So this ആണ് നമുക്ക് ടെമ്പറേച്ചർ കോൺസെപ്റ്റ് ആയിട്ട് തന്നിരിക്കുക.
അപ്പോൾ നമുക്ക് രണ്ട് കേസസ് ആയിട്ട് ഇതിനെ മാറ്റിയാൽ P2 raised to 1 minus gamma T raised to gamma is equal to P1 raised to 1 minus gamma T1 raised to gamma ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് P2 ആണല്ലേ. അപ്പോൾ P2 raised to 1 minus gamma എന്ന് പറയുന്നത് P1 raised to 1 minus gamma into T1 by T2 raised to gamma ആണ്. So we can easily say that P2 is equal to, come on, that is a P1 into T1 by T2, the whole raised to gamma by 1 minus gamma. അപ്പോൾ ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക is equal to P1. It is given as a 2 atmospheric pressure and then corresponding temperatures, it is a T1 by T2. The T1 as a 300, the division by that 1200, that much raised to gamma. Gamma, it is a 7 by 5. So 7 by 5 by 1 minus a 7 by 5. So that is equal to 2 atmospheres. So 1 by 4, the whole raised to 7 by 5 by minus 2 by 5. 5 cancel ആണ്. So that is equal to 2 into, നമുക്ക് ഒന്ന് മൈനസ് മാറ്റാൻ അപ്പറിലേക്ക് എടുക്കാം. So 4 raised to, that is 7 by 2. So 2 into raised to 1 by 2. നമുക്ക് റൂട്ടായിട്ട് എടുക്കാം അല്ലേ. So 2 raised to 7 ആണ്. Yes. So that is equal to, you just multiply, you get the answer as 256 atmospheric pressure. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ഒരു 7-8 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ആസ് എ ഹോൾ. അപ്പോൾ ഒരല്പ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, ഔട്ട് ഓഫ് 50 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അത്തരത്തിലുള്ളത് പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റും. സോ ദ നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോവാം. സൈക്ലിക്, നമുക്കറിയാം അവിടെ നമ്മൾ റെലവൻ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ എനർജിയുടെ കോൺസെപ്റ്റാണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി കോൺസെപ്റ്റ് വരുമ്പോൾ ഓർക്കണേ ഡെൽറ്റ യു 0 ആയിരിക്കും. പിന്നെ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ആ ക്ലോസ്ഡ് പിക്ചറാണ് നമുക്ക് ഓർക്കേണ്ടത്, ഓർമ്മയിരിക്കട്ടെ. സോ അത്രയും കാര്യങ്ങൾ മനസ്സിൽ എടുക്കുക. ഇനി നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് നിയമവശങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പം ഗ്യാസ് ലോസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക്, കുഞ്ഞുങ്ങളെ വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുക, കാരണം നമുക്ക് ഓരോ കണ്ടൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജസ്റ്റ് ഒരു മെമ്മറൈസേഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നീറ്റിന് ഏറ്റവും മികച്ച രൂപത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബ്രെയിൻ പോയിൻ്ററൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അത് ബേസ് ചെയ്ത് തറവായിട്ട് അതിൽ എക്സ്ട്രാ പോയിൻ്റുകൾ എഴുതി അത് മറിച്ച് നോക്കുന്നതായിരിക്കണം അവസാനത്തെ സമയത്തെ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് 1 മിനിറ്റിനുള്ളിൽ പല ക്വസ്റ്റ്യൻസും ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് അത്രയും ഷാർപ്പോടെ മെമ്മറി വരുമ്പോഴാണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. മ്യൂ നമ്പർ ഓഫ് മോൾസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കറിയാം PV = μRT ആണ്. പക്ഷേ അത് ഓരോ മോളിക്യൂൾ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കറിയാം അത് NKT ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഓർമ്മയിരിക്കട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോയിൽസ് ലോയുമായി ബന്ധപ്പെടുത്തി നമുക്ക് എന്തു പറയാം? അപ്പോൾ ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ PV = കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കോൺസെപ്റ്റുകളും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് അവിടെ? ഇപ്പോൾ ബോയിൽസ് ലോ ബേസ് ചെയ്തിട്ട് ഒരു ഗ്രാഫിക്കൽ സിറ്റുവേഷൻ നമ്മൾ വരച്ചാൽ അത് പക്ക റെക്റ്റാങ്കുലർ ഹൈപ്പർബോളിക് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഐഡിയൽ ഗ്യാസ് സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ ഡിഫറൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ വരയ്ക്കുന്ന കർവുകൾ നമ്മുടെ PV ഡയഗ്രാം അതിനെ വിളിക്കുന്ന പേരാണ് ഐസോതേംസ്. അത് പാരലൽ ആയിരിക്കും, നെവർ 2 ഐസോതേംസ് ഇൻ്റർസെക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റാണ്.
അതേപോലെ ചാൾസ് ലോ വരുമ്പോൾ നമുക്ക് ഓർക്കുക ദ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം V1/T1 ഷുഡ് ഈക്വൽ ടു V2/T2 ആണ്. സോ അതാണ് ജെന്യുവനായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത്തരം കർവുകളൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വോളിയം ടെമ്പറേച്ചർ കർവ് വരയ്ക്കുമ്പോൾ അത് എക്സാക്ട്ലി നമ്മുടെ ഒറിജിനിലൂടെ കടന്നു പോകണം. നമ്മുടെ ഐഡിയൽ ഗ്യാസ് അത് അബ്സല്യൂട്ട് സ്കെയിലിനുള്ളതാണ്. ഇനി അത് ഡിഗ്രി സെൽഷ്യസിലേക്കാണ് നിങ്ങൾ വരയ്ക്കേണ്ടതെങ്കിൽ ആ ഗ്രാഫ് ഓർത്തിരിക്കുക. ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ അപ്പോൾ നമുക്കറിയാം ഇത് 0 കെൽവിൻ ആണെങ്കിൽ ഇവിടെ ഒരു പോർഷനിലായിരിക്കും നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ കർവ് ഇങ്ങനെയായി മാറും. ഇത് നമ്മുടെ 0 കെൽവിനായിട്ട് മാറും. ഐ മീൻ -273.15. സോ ഇത് ഇൻ ഡിഗ്രി സെൽഷ്യസ് കർവാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, ഓർത്തിരിക്കുക. ദെൻ ഗാലുസോക്ക് ലോ, ദ വോളിയം എലിമെൻ്റ് ആണ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരിക. ദാറ്റ് മീൻസ് പ്രഷർ ബൈ ദ ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ട് സിറ്റുവേഷനിൽ വളരെ വ്യക്തതയോടെ അറിയാം P2 എന്ന് പറയുന്നത് T1/T2 ആയിരിക്കും. അവിടെ ഗ്രാഫിന് ഡിഫറൻസ് ഒന്നുമില്ല. ഓർത്തിരിക്കുക നമ്മുടെ കർവ് വരുന്നത് വീണ്ടും അബ്സല്യൂട്ട് സ്കെയിലിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ കർവായിരിക്കും നമുക്ക് കിട്ടുക. അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ അത്തരം ക്വസ്റ്റ്യനുകൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. നോക്കാം അവഗാഡ്രോസ് ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫറൻസ് എന്ന് പറയുന്നത് അറ്റ് എ പെർട്ടിക്കുലർ ഗിവൺ കണ്ടീഷൻ 1 മോൾ ഓഫ് എവറി കേസസ് എടുത്താലും അവൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കോൺസെപ്റ്റ് മറന്നു പോകരുത്. അത് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസിന് ഉള്ള വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണെന്നുള്ള കാര്യം മറക്കരുത്. അത് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മ്യൂ മോൾസിനുള്ളതാണെങ്കിൽ അത് 22.4 ലിറ്റർ ആണ്. ലിറ്റർ ആകുമ്പോൾ അത് മീറ്റർ ക്യൂബിലേക്ക് മാറ്റാൻ മറന്നു പോകരുത്. 2022 ക്വസ്റ്റ്യൻ കൂടിയാണ്, ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ മ്യൂ മാസ് ഓഫ് ദ കേസ് ഡിവിഷൻ ബൈ ദ മോളിക്കുലാർ മാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട നമ്മളുടെ ഗ്യാസ് ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇനി അവിടെ ബേസിക്കോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കൂ. അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈസ് മാക്സ്വെൽസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലർ സ്പീഡ്. വളരെ പ്രാധാന്യമുള്ള ഒരു കണ്ടൻ്റാണ്. അവിടെ നമ്മുടെ ബേസിക്കോടെ അറിയേണ്ട കാര്യം, ഇതൊരു ഗ്രാഫിക്കൽ അനാലിസിസാണ്. ഒരു കണ്ടെയ്നറിനകത്ത് ഐഡിയൽ ഗ്യാസ് സിറ്റുവേഷനാണ്. 0 തുടങ്ങി ഇൻഫിനിറ്റ് റേഞ്ച് വരെയുള്ള സ്പീഡിലായിരിക്കും ഓരോ മോളിക്യൂൾസും മൂവ് ചെയ്യുക. ആ കൈനറ്റിക് തിയറി കോൺസെപ്റ്റ് വെച്ചിട്ട് അവർ പ്രൊസസ്സ് ചെയ്യുന്ന അവരുടെ സ്പീഡിനെ സ്റ്റഡി ചെയ്യാൻ വരച്ച ഗ്രാഫാണ്. അതിൻ്റെ വൈ ആക്സിസ് തരുന്നത് ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് സ്പീഡ് പ്രൊസസ്സ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസാണ്, എണ്ണമാണ്. കറസ്പോണ്ടിങ്ങിലി എക്സ് ആക്സിസിൽ സ്പീഡും. അതിലേറ്റവും കൂടുതൽ മോളിക്യൂൾസ് പ്രൊസസ്സ് ചെയ്യുന്ന സ്പീഡ്, അതിനെ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് വിളിച്ചു. ദെൻ 2 അതർ ടേംസ്, ദി ആവറേജ് സ്പീഡ് ആൻഡ് ദറ്റ് RMS സ്പീഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേസസാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കണ്ടൻറ്റ് എന്താണ്? മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു സാമ്പിളിന് വേണ്ടി ഒരു 5 മോളിക്യൂൾസ് എടുത്താൽ അവയുടെ വെലോസിറ്റീസ് ഞാൻ സാമ്പിളിന് വേണ്ടി പറയുകയാണ്, ലൈക്ക് ദിസ് വൺ. So there is a question among them, which one is the most probable speed? സോ അവിടെ ഓർത്തിരിക്കുക, കൂടുതലായിട്ട് മോളിക്യൂൾസ് പ്രൊസസ്സ് ചെയ്യുന്ന സ്പീഡ്, അതിന് വിളിക്കുന്ന പേരാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. സോ അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കോൺസെപ്റ്റ്, ദ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറയുന്നതിൻ്റെ
ഏറ്റവും റെലവൻറ്റ് ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2RT ദ ഡിവിഷൻ ബൈ ക്യാപിറ്റൽ M. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ്, മറന്നു പോകരുത്. റൂട്ട് 2RT ബൈ M എന്ന് വെച്ചാൽ നമുക്കൊരു റഫ്ലി 1.41 റൂട്ട് RT ബൈ M എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത് കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന സ്പീഡാണ് ആവറേജ് സ്പീഡ് എന്നാണ് നമ്മളതിനെ പറയാം. ആവറേജ് സ്പീഡ്. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ n മോളിക്യൂൾസ് ബേസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. V1 + V2 + എക്സെട്ര Vn ഡിവിഷൻ ബൈ n എന്നുള്ള കോൺസെപ്റ്റ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നുള്ള തരത്തിൽ. അപ്പോൾ അതിൻ്റെ റെലവൻ്റ് ആയ ഫോർമുല എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 8RT/πm ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കീപ്പ് ഇൻ മൈൻഡ്, ഇപ്പോൾ മറ്റ് രൂപത്തിലേക്കൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പ്രഷറും വോളിയവുമായിട്ടൊക്കെ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നാൽ മതി. പക്ഷേ ഒരു റിലേഷൻ നിങ്ങളെപ്പോഴും പഠിച്ചിരിക്കുക. അപ്പോൾ ഇത് 8/π റൂട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 1.6 ടൈംസ് RT/m ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൽ ഓരോ മോളിക്യൂളും പൊസസ് ചെയ്യുന്ന അടുത്ത സ്ട്രാറ്റജിയാണ് RMS സ്പീഡ് എന്ന് പറയാം. ഈ RMS സ്പീഡ് വരുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വരണേ, ഈ RMS സ്പീഡ് വരുമ്പോൾ അതിൻ്റെ സ്പീഡ് മറ്റുവരുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ആ RMS സ്പീഡ്, ദ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എന്ന് പറയുമ്പം റൂട്ട് ഓഫ് ദറ്റ് V1² + V2² + എക്സെട്ര + Vn² ഡിവിഷൻ ബൈ n ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ആൻഡ് യു ഗെറ്റ് ദ വാല്യൂ as is equal to റൂട്ട് ഓഫ് 3RT/m. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻ്റാണ്. അവിടെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യം എല്ലാ മോളിക്കുലാർ മാസുമായിട്ടുള്ള റിലേഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 കേസസും. അത് ഓർത്തിരിക്കുക. അവയുടെ വാല്യൂ എടുക്കുമ്പോൾ ഏതാണ്ട് 1.7 ടൈംസ് RT/m ആണ്. അവിടെ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ദറ്റ് RMS സ്പീഡാണ് ഗ്രേറ്റർ കമ്പയർഡ് ടു ആവറേജ് കമ്പയർഡ് ടു മോസ്റ്റ് പ്രോബബിൾ. ഓർത്തിരിക്കാൻ ഒരു ചെറിയ സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിൽ RAM വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻ്റായിട്ട് മനസ്സിൽ ഓർക്കുക. സോ ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ ഓർക്കുക, മാക്സ്വെൽസ് ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്പീഡിനെ സ്റ്റഡി ചെയ്യാൻ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചു. അതിൽ 3 പ്രധാനപ്പെട്ട ടേമുകൾ ഹൈലൈറ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന സ്പീഡ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള, പിന്നെ നമ്മൾ പറഞ്ഞു ആവറേജ് വെലോസിറ്റി സ്പീഡ്, അത് കഴിഞ്ഞ് RMS സ്പീഡ്. 3ൻ്റെയും വളരെ പ്രാധാന്യമുള്ള ഇക്വേഷൻസ് നമ്മൾ ഡീൽ ചെയ്തു. അത് പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത് നമുക്ക് വേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ബേസിക് ഇക്വേഷൻ, നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത് 1/3 റോ RMS². വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത്? അവിടുത്തെ മാസ് ഓഫ് ദ ഗ്യാസ് ഇൻ ദ കണ്ടെയ്നർ ഡിവിഷൻ ബൈ വോളിയമാണ്. അപ്പോൾ അവിടുത്തെ മാസ് ഓഫ് ദ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ Nm'/V × V RMS² ആണ്. ഇവിടെ M' എന്ന് പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ചത് ഓരോ മോളിക്യൂൾസിൻ്റെയും മാസാണ്. അപ്പോൾ അത് നൈട്രജൻ ഗ്യാസിന് ഒന്നായിരിക്കും, അതായിരിക്കത്തില്ല ഹൈഡ്രജൻ ഗ്യാസിന്, അത് ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ ഇത് അവൻ്റെ ടോട്ടൽ മാസാണ് Nm', സ്മോളാണ്. അപ്പോൾ അവർ തമ്മിൽ തെറ്റിദ്ധാരണ വരരുതേ, വളരെ ഫ്രൂട്ട്ഫുള്ളായ ഇക്വേഷനാണ്. സോ 1/3 റോ V RMS². അത് കൈനറ്റിക് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് കൂടെ ഓർത്തിരിക്കുക. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. സോ അവിടെ വരുമ്പോൾ ഹാഫ് റോ V RMS². ഇനി ഇവർ തമ്മിലുള്ള റിലേഷനും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പരസ്പരം പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്പീഡാണ് ആക്ച്വലി അവൻ്റെ കൈനറ്റിക് എനർജി കോൺസെപ്റ്റുമായിട്ട്, ടെമ്പറേച്ചർ ആയിട്ടൊക്കെ റിലേറ്റഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് കോൺസെപ്റ്റ്, അപ്പോൾ നമ്മുടെ പ്രഷർ കോൺസെപ്റ്റിനോടൊപ്പം തന്നെ അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മീൻ ഫ്രീ പാത്ത്. പലപ്പോഴും നമ്മുടെ നീറ്റ് എക്സാമിന് നേരിട്ട് സിമ്പിൾ ഇക്വേഷൻ തന്നെ അസച്ചായിട്ട് പരീക്ഷയ്ക്ക് വരാറുണ്ട്.
എയിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ് ഒക്കെയാണ്. സോ വാട്ട് യു മീൻ ബൈ ദ മീൻ ഫ്രീ പാത്ത്? ദി ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻസ്. അപ്പോൾ അതിൻ്റെ ഒരു ജനറലൈസ്ഡ് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കുക. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√2π(n)d². അവിടെ കൃത്യതയോടെ നമ്മുടെ കോൺസെപ്റ്റ് അറിയണം. ഈ സ്മോൾ n എന്ന് പറയുന്നത് വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ നമ്പർ ഡെൻസിറ്റി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻ്റാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടൻ്റാണ്. അപ്പോൾ നമ്പർ ഡെൻസിറ്റി എന്നാണ്. അപ്പോൾ അവൻ്റെ യൂണിറ്റ് വരുമ്പോൾ ഓർത്തിരിക്കണേ, പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് വരിക. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ സ്മോൾ ഡി. അപ്പോൾ ഡി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ മോളിക്യൂളാണ്, അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂൾ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. സോ ഈ ഒരു ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിക്കുക. ഡയറക്റ്റായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ പ്രഷറുമായിട്ടുള്ള റിലേഷൻ, അപ്പോൾ അതിൻ്റെ ഒരു വേർഷൻ കൂടെ ഒന്ന് മനസ്സിൽ ഓർക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു √2π (n/v)d². വി, ആ വിക്ക് പകരമായിട്ട് നമുക്ക് ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വിക്ക് പകരമായി കൊടുക്കുക? നമുക്കറിയാമല്ലോ, പി വി എന്ന് പറയുന്നത് μRT അല്ലേ. അപ്പോൾ 1 mol ഓഫ് എ ഗ്യാസ് ആണ് എന്ന് വിചാരിക്കും. അപ്പോൾ അവഗാഡ്രോ നമ്പർ ആയിരിക്കും അവിടെ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ 1 mol ഓഫ് എ ഗ്യാസ് ആണെങ്കിൽ 1 × n/kT ആയിട്ട് നമുക്ക് ഇവനെ മാറ്റാം. അപ്പോൾ നമുക്കവിടെ n/v എന്നുള്ള റിലേഷൻ, അപ്പോൾ n/vക്ക് പകരം p/kT ആയിട്ടെടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോ 1/√2π pd²/kT. അപ്പോൾ ഇത് വളരെ റെലവൻ്റായ ഇക്വേഷനാണ്, ഓർമ്മയിരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ മീൻ ഫ്രീ പാത്ത് അറിയാമെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു കണ്ടൻറ്റ് കൂടെ, റിലാക്സേഷൻ ടൈം, ദി ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻസ്. അപ്പം അത് കണ്ടുപിടിക്കുന്ന കോൺസെപ്റ്റും ഒന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ നമുക്കറിയാം, നമുക്ക് VRMS എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവിഷൻ ബൈ ടൈമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ λ/VRMS എന്ന് കൊടുക്കാം. അപ്പം മീൻ ഫ്രീ പാത്ത് ടൈം നമുക്ക് അറിയാമെങ്കിൽ RMS കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അവൻ്റെ റിലാക്സേഷൻ ടൈം നമുക്ക് കിട്ടും. ഈ ടൈം അറിയാമെങ്കിൽ നമുക്ക് കൊളിഷൻ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1/τ എടുത്താൽ മതിയാണ്. അപ്പോൾ ഇത്തരം കോൺസെപ്റ്റുകൾ ഈ ഒരു സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. ദെൻ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വളരെ ശ്രദ്ധിച്ച്, അപ്പോൾ നമ്മൾ ജെനുവിനായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഒരു മോണോ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, അല്ലേ, ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതേപോലെ 3 ആക്സിസിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈഡ്രജനൊക്കെ ലീനിയർ മോളിക്യൂളാണ്. അപ്പോൾ അവൻ്റെ ആക്സിസിലുള്ള റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അവൻ പോയിൻ്റ് പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് കൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 0 ആകും. അവൻ്റെ ഓൺ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 0 ആയതുകൊണ്ട് അവിടുത്തെ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ 0 ആകും. അതുകൊണ്ടാണ് നമുക്ക് 3 റൊട്ടേഷണൽ കോൺസെപ്റ്റിന് പകരം 2 മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നതുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി ഒരു ടൈപ്പ് എനർജി കൂടെ നമുക്ക് മോളിക്യൂൾസിന് കൊടുക്കാം, നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ട്. പക്ഷേ വൈബ്രേഷണൽ ആക്റ്റീവ് ആകുന്നത് വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിലായതുകൊണ്ട് സാധാരണ കേസസിൽ എടുക്കുമ്പോൾ ഈ 2 കോൺസെപ്റ്റുകൾ മാത്രം എടുത്താൽ മതിയാവും. ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജീസും ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും. നമ്മൾ അത്തരത്തിലുള്ള 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻ്റാണ്. അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും
ഹാഫ് KT എനർജി ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ നിയമം പറയുന്നത്. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എനർജി ഹാഫ് KT ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരു മോളിക്യൂൾസിനുണ്ടെങ്കിൽ F ഇൻറ്റു ഹാഫ് KT ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ N മോളിക്യൂൾസ് ഉള്ള ഒരു ഗ്യാസ് ആണെങ്കിൽ F ഇൻറ്റു ഹാഫ് KT ഇൻറ്റു N ആയിരിക്കും അവൻ്റെ എനർജി. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം K ഇൻറ്റു N എന്ന് പറയുന്നത് 6 ആണ്. സോ F ഇൻറ്റു R/2T ആയി മാറും. മ്യൂ മോളിക്യൂൾസ് മോൾസ് ഉണ്ടെങ്കിൽ മ്യൂ ഇൻറ്റു F ഇൻറ്റു R/2 ഇൻറ്റു T. ഇതാണ് ഒരു ടോട്ടൽ എനർജി, ഇൻറ്റേർണൽ എനർജി ഓഫ് എ ഗ്യാസ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. മ്യൂ ടൈംസ് F ഇൻറ്റു R/2T. 1 മോളാണ് നമ്മുടെ കേസ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം F ഇൻറ്റു R/2T ആയിട്ട് എടുക്കാം. ഇവനെ ഒന്ന് ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ DU എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. സോ F ഇൻറ്റു R/2 ദാറ്റ് മച്ച് ഇൻറ്റു T ആണ്, DT ആണ്. നമുക്കറിയാം DU എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു CVDT ആണ്. 1 മോളിന് വരുമ്പോൾ CV ഇൻറ്റു DT ആണ്. റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ്. എന്താണ് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് എന്ന് പറയുന്ന CP/CV? അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് പറയാം. അതൊരു മോണോ അറ്റോമിക് ആയിട്ടുള്ള ഗ്യാസ് ആണെങ്കിൽ CP/CV, CP എന്ന് പറയുന്നത് 5/2 ആണ്. ദ ഡിവിഷൻ ബൈ 3/2 ആണ്. സോ യു ഗെറ്റ് ദ വാല്യൂ എസ് 5/3, 1.67. അതേ സമയത്ത് അതൊരു ഡയറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾ ആണെങ്കിൽ മറന്നു പോകരുത്, ദാറ്റ് CP എന്ന് പറയുന്നത് 7/2 R. ദ ഡിവിഷൻ ബൈ എസ് 5/2 R ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7/5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4 ആണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ദ ടോട്ടൽ എനർജി കണ്ടൻറ്റ് അത് ബേസ് ചെയ്ത് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കൈനറ്റിക് തിയറിയുമായി ബന്ധപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളിലേക്ക് നമുക്കൊന്ന് പോകാം. വളരെ ശ്രദ്ധയോടെ നല്ല എനർജറ്റിക്കായിട്ട് കിട്ടുന്ന ആ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല കണ്ടൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് നീറ്റ് പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹിറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ഒക്കെ നോക്കുമ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യൻസ് അതേപടിയുള്ളത് ആവർത്തിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങളെ നല്ല രൂപത്തിൽ സഹായിക്കും. എ സിലിണ്ടർ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ഗ്യാസ് at pressure 249 kilopascal and temperature 27 degrees Celsius. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ മുഴുക്കുകയും നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട കാര്യം അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ കെൽവിൻ സ്കെയിലാണെന്നുള്ള കാര്യം മറന്നു പോകരുതേ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഡെൻസിറ്റിയുമായിട്ടുള്ള റിലേഷനാണ്. നമുക്ക് എങ്ങനെ അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് മ്യൂ ടൈംസ് RT അല്ലേ? ആ മ്യൂ എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഗ്യാസ് ഡിവിഷൻ ബൈ ദാറ്റ് മോളിക്കുലാർ മാസ് ഇൻറ്റു RT. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എമ്മിനെ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ സ്മോൾ m ഡിവിഷൻ ബൈ V ഇൻറ്റു RT അല്ലേ? സോ മാസ് ബൈ വോളിയം നമ്മുടെ ഡെൻസിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ PM is equal to, that is a very crucial equation, rho into RT. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള മറ്റൊരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. ബട്ട് ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഡെൻസിറ്റി? സോ സിംപ്ലി PM ഡിവിഷൻ ബൈ RT. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് ഗിവൺ ആസ് ദ പ്രഷർ ആസ് 249 kilopascal into the molecular mass for hydrogen, it is a diatomic. So 2 into 10 to the power of 1 ഗ്രാമിന് 1 ഗ്രാം മോളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാറുള്ളത്. The division by that 8.3, that is 25/3, that much into the temperature. It is 27 degrees Celsius, so I am writing it as 300. So that is equal to, yes, it is cancelled, 3 cancelled, so that is equal to 249 into 2, that division by the 25 into 10 square. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം.
on calculation you get the value as is equal to 0.2 kilogram per meter cube. അപ്പോൾ ഇതൊക്കെ വളരെ ഈസിയോടെ, അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടന്റ് അറിയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ് ഓർക്കുക. നെക്സ്റ്റ് വൺ, the two vessels separately contain two ideal gases A and B at the same temperature. The pressure of A being twice that of B, the pressure of A being twice as that of B. Under such conditions, the density of A is found to be 1.5 times the density of B. The ratio of the molecular weight of A and B is, again, നമ്മുടെ ഡെൻസിറ്റി റിലേഷൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒന്ന് ഓർക്കുക. ദ പി എം ഇസ് ഈക്വൽ ടു റോ ആർ ടി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ആണ്. കട്ട് ചെയ്തു. സോ 3/2 into 2, that is equal to 3/4. So our first option is the answer. അപ്പോൾ അതിൽ ഇത് ആവർത്തിച്ച ഒരു കോൺസെപ്റ്റാണ്, മറന്നു പോകരുത്. ഹൗ ദാറ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ changes in terms of density. So PM is equal to that rho RT. അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ്. നെക്സ്റ്റ് വൺ, in the given diagram what is the relation between the pressures P1 and P2? അപ്പോൾ നമ്മുടെ അനാലിസിസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പല മെത്തേഡുകൾ ഉപയോഗിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പല മെത്തേഡുകൾ ഉപയോഗിക്കാം. നമുക്കിവിടെ സ്ലോപ്പ് എടുത്താൽ dV/dt കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നോക്കിയേ, ഒരു പർട്ടിക്കുലർ കേസിൽ ഞാനൊരു വോളിയം എടുത്തു. വോളിയം ഇവിടെ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ആ ലൈൻ കട്ട് ചെയ്തത് ആദ്യത്തെ സെക്കൻഡ് ലൈനിൽ അതും ഈ പോയിന്റിലുമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, P1 റിലേറ്റ് ചെയ്യുന്നതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ അനലൈസ് ചെയ്താൽ അത് കൃത്യതയോടെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. T1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ T2 ആണ്. ബട്ട് വി നോ ദ കോൺസെപ്റ്റ് ആസ് PV is equal to mu RT, and here the V is said to be constant here for the two cases, and hence the pressure is proportional to the temperature. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം, ആർക്കാണോ ടെമ്പറേച്ചർ കൂടുതൽ അവർക്ക് പ്രഷർ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് T1 is greater than T2, and hence we can say the P1 is greater than P2. So our second option is the answer. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ആവർത്തിക്കാൻ സാധ്യതയുള്ളതാണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണ്. At what temperature will the RMS speed of oxygen molecules becomes just sufficient for escaping from the Earth atmosphere? The mass of the oxygen molecule is given and the Boltzmann constant is given. അപ്പം സിമ്പിളായിട്ട് നമ്മുടെ നോർമൽ കോൺസെപ്റ്റിൽ RMS സ്പീഡ് എസ്കേപ്പിന് തുല്യമാകണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദാറ്റ് ഈസ് 3RT by the molecular mass. That much is equal to V escape. അപ്പോൾ 11.2 km/s. അതിന് തുല്യമാകുന്ന ടെമ്പറേച്ചർ ഏതെന്നാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ. ഇവിടെ മാസ് ഓഫ് ഓക്സിജൻ മോളിക്യൂളിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ കഥയാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ റിലേഷൻ എങ്ങനെ മാറും, അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ദാറ്റ് 3 എന്ന് പറയുന്നത് നമുക്ക് R എന്ന് പറയുമ്പോൾ NKT ആയി മാറി ബൈ ക്യാപിറ്റൽ M. അപ്പോൾ N മോളിക്യൂൾസിൻ്റെ മാസ്സാണ് ക്യാപിറ്റൽ M അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് M' എന്ന് പറയുന്ന ഒരു ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ M/N അല്ലേ. അപ്പോൾ ഇവനെ ഡിനോമിനേറ്ററിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതായി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3KT/M'. ദാറ്റ് ഈസ് ഈക്വൽ ടു 11.2 × 10³ ഒന്ന് സ്ക്വയർ ചെയ്തേ. സോ 3KT/M' is equal to 11.2 × 10³ the whole square ആണ്. So we need to find what is the temperature. So T is equal to M' into 11.2 × 10³ the whole square, that division by 3 × K, that is equal to എന്താണ് M'?
അപ്പോൾ നമുക്ക് മാസ് ഓഫ് മോളിക്യൂൾസ് നമുക്ക് തന്നിട്ടുണ്ട് 2.76 into 10 to the power of minus 26. That much into 11.2 square into 10 to the power of 6. That division by 3 into the Boltzmann constant as 1.38 into 10 to the power of minus 23. Then after solving, you get the value as 8.360 into 10 to the power of 4. So you get the second option as the answer. ഇത് വളരെ റെലവൻ്റ് ആയ കോൺസെപ്റ്റ് ആണെന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി, ഇപ്പോൾ ചില കേസസിലൊക്കെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ മൂൺ സർഫസിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാതായിരിക്കുന്നത്? അവിടുത്തെ കണ്ടൻറ്റ് എപ്പോഴും ഓർത്തുക്കുക, അവിടുത്തെ RMS സ്പീഡ് എന്ന് പറയുന്നത് അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റിയേക്കാളും കൂടുതലാണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. In a vessel, the gas is at a pressure P. If the mass of all the molecules is halved and their speed is doubled, what is the resultant pressure? അപ്പോൾ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 1/3 റോ വി RMS സ്ക്വയർ ആണ്. അതിനെ നമ്മളൊന്ന് ഇൻറ്റ്യൂറ്റീവലി എടുത്തു വന്നപ്പോൾ യു ഗെറ്റ് ദ വാല്യൂ ആസ് NM ഡാഷ് ഡിവിഷൻ ബൈ ദ വോളിയം ഇൻറ്റു ദ RMS സ്പീഡ് സ്ക്വയർ ആണ്. സോ വി ക്യാൻ സേ ഫോർ ദ ടു സിറ്റുവേഷൻസ്, നമുക്കറിയാം വോളിയം എല്ലാം സെയിം ആണ്, N സെയിം ആണ്. സോ ദ പ്രഷർ എന്ന് പറയുന്നത് M ഡാഷ് വി RMSന് സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസ് നമുക്ക് എങ്ങനെ എഴുതാം? ആസ് P2 ബൈ P1 എന്ന് പറയുന്നത് M2 ഡാഷ് ബൈ M1 ഡാഷ് ഇൻറ്റു V2 സ്ക്വയർ ബൈ V1 സ്ക്വയർ ആണ്. ഇവിടെ പറയുന്നു ദ സെക്കൻഡ് മാസ് എന്ത് ചെയ്യുന്നു? ഹാവ്ഡ് ആവുകയാണ്. സോ M ഡാഷ് ബൈ 2 ആയി. Then what about the speed? It is doubled. So the 2V1 square ആണ് by V1 square ആണ്. So that is equal to 1/2 into S 4 times S. So you get the value as 2. That means P2 by P1 is equal to 2. So P2 equal to 2 times of the pressure. So we get the second option as the answer. So we can go with the next one. The mean free path for a gas with the molecular diameter as D and number density N can be a simple relation. Yes, 1/√2 N pi D square. മീൻ ഫ്രീ പാത്ത് എന്നുള്ള കോൺസെപ്റ്റ് മറക്കണ്ട. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് റിലാക്സേഷൻ ടൈമുമായിട്ടുള്ള റിലേഷൻ, അതൊക്കെ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ് CP ബൈ CV. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് തന്നെ അറിയാം ദറ്റ് CV എന്ന് പറയുന്നത് F/2R ആണ്. CP എന്ന് പറയുന്നത് നമുക്കറിയാം അത് CV + R ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു F/2 R + R ആണ്. So we can write to be as is equal to F/2 R + 1 into R ആണ്. ഇവിടെ Fന് പകരം N ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ് പറഞ്ഞിരിക്കുക. സോ നമുക്ക് വേണ്ടത് റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് ആണ്, ഗാമയാണ് കണ്ടുപിടിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ CP എന്ന് പറയുന്നത് ഒന്ന് ക്രോസ് ചെയ്ത് എഴുതിയാൽ F+2/2 into R by that F/2 into R. So R/2 R/2. So that is equal to F+2 by F. So that is on a ratio, it becomes 1 plus 2 by F or 2 by N, and is a very crucial expression. അത് ഓർത്തിരിക്കേണ്ട ഒരു ടൈപ്പ് എക്സ്പ്രഷൻ കൂടിയാണ് ഗാമ എന്ന് പറയുന്നത്. 1 + 2 by F ആണ്. 2019 ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ NCERT ബേസ് ചെയ്ത് വളരെ കാര്യമായിട്ട് പറയുന്ന കണ്ടൻ്റാണ്. ദ ഗാമ ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം and another ideal diatomic gas X, the whose molecules are not rigid but have an additional vibrational mode are respectively. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഗാമ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്ത് വെച്ചു അല്ലേ. അത് സാധാരണ കേസസിൽ ഓക്കെയാണ്. അപ്പോൾ 1 + 2 by F എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഒരു ഡയറ്റമിക് മോളിക്യൂളാണ്. സോ നമ്മളത് 5 കൊടുക്കും, അപ്പോൾ നമുക്കത് 7/5 എന്ന് കിട്ടും. യെസ്, അപ്പോൾ AO BO വരാം അല്ലേ.
ഫസ്റ്റ് ഓപ്ഷനോ സെക്കൻഡോ കിട്ടാം. അപ്പോൾ അതിന് പകരം അതൊരു മോണോ അറ്റോമിക്കാണ് നമ്മുടെ ഹീലിയം വരുന്നത്. സോ നമുക്കത് 1+ എക്സാക്ട്ലി 2/3 ആയിട്ട് കൊടുക്കുക. അപ്പോൾ 5/3 ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 ചോയ്സിൽ അത് സെയിമാണ്. അപ്പോൾ അടുത്ത കേസാണ് ഡയറ്റോമിക് ആയിട്ടുള്ള ആ ഒരു കേസ് വരുമ്പോൾ നമുക്കിത് എങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യമെന്ന് പറയുന്നത് സിമ്പിളാണ്, ശ്രദ്ധിച്ച്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഡയറ്റോമിക് ഗ്യാസ്. അപ്പോൾ ഒരു ഡയറ്റോമിക് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച് പറയാം, അവിടുത്തെ ഓരോ മോളിക്യൂളിനും 3 ട്രാൻസ്ലേറ്ററി മൂവ്മെൻറ്റുകളുണ്ട്, 2 റൊട്ടേഷണൽ മൂവ്മെൻറ്റുകളുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വൈബ്രേഷണൽ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരു വൈബ്രേഷണൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ 2 മോളിക്യൂൾസ് അവർ തമ്മിലുള്ള കോൺഫിഗറേഷന് മാറ്റം വരുന്നത് കൊണ്ട് കൈനറ്റിക് എനർജി മാത്രമല്ല പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചും വരികയാണ്. അതുകൊണ്ട് തന്നെ ഈച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ½ kT എന്നൊരു ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടുത്തെ വൈബ്രേഷൻ കാരണം ഡബിൾ കൊടുക്കണം. ഒരെണ്ണം പൊട്ടൻഷ്യൽ വൈബ്രേഷണൽ കോൺസെപ്റ്റും ഒരെണ്ണം കൈനറ്റിക് വൈബ്രേഷണൽ കോൺസെപ്റ്റായിടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിച്ചാൽ ട്രാൻസ്ലേഷണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3 times of ½ kT ആണെങ്കിൽ, റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2 times ½ kT ആണെങ്കിൽ, വൈബ്രേഷണൽ എന്ന് പറയുന്നത് 2 times of ½ kT ആയിരിക്കും. ഒരു വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ അത് നമുക്ക് 1 മോൾ എന്ന് പറയുമ്പോൾ n മോളിക്യൂൾസിന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് 3/2 kT പ്ലസ് kT പ്ലസ് kT ഇൻറ്റു n ആണ്. സോ n. സോ അത് നമുക്ക് nkക്ക് 6 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3/2 RT പ്ലസ് 2 RT ആയി മാറി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറ്റ് ബിക്കംസ് ഇസ് ഈക്വൽ ടു 4+3 7/2 RT ആണ് അവൻ്റെ ഇൻറ്റേർണൽ എനർജി. ഇതൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. യു അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് CV എന്നുള്ള കണ്ടൻ്റാണ് അവനെ ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 7/2 R. CV അറിയാമെങ്കിൽ CPയിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞു. 7/2 R പ്ലസ് 1 ആണ്, 6 ആണ്. സോ വി ഗെറ്റ് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു 9/2 R ആണ്. സോ നമുക്ക് ഗാമ ഫോർ ദാറ്റ് എക്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് CP/CV ആണ്. That is equal to 9/2 R division by that is 7/2 R. So you get the value S is equal to 9/7 and that is the second option as the answer. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം മറക്കരുത്. എ ഗ്യാസ് മിക്സ്ചർ consists of 2 moles of oxygen and 4 moles of argon at a temperature T. Neglecting all vibrational modes, the total internal energy of the system is. അപ്പോൾ നമുക്കിവിടെ 2 കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ, ഞാൻ 1 and 2 എന്ന് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഡ്യൂ ടു 1 പ്ലസ് ഡ്യൂ ടു 2 ആണ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു U എന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിക്യൂൾ മാത്രമാണെങ്കിൽ അത് ½ kT ആണ്. ആ ഒരു മോളിക്യൂളിന് F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ അത് F ഇൻറ്റു ½ kT ആണ്. N മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഇതാണ്. ദാറ്റ് മീൻസ് ആ N ഇൻറ്റു K നമുക്ക് വേണമെങ്കിൽ അത് 6 ആയിട്ട് എഴുതിയാൽ F ഇൻറ്റു ½ RT ആണ്. അത് ഒരു മോളിനാണ്. മ്യൂ മോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം മ്യൂ ഇൻറ്റു F ഇൻറ്റു ½ RT ആണ് ആ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷനാണ്, മറന്നു പോകരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഓക്സിജനാണ്. അവിടെ 2 മോൾസ് ഉണ്ട്. അവൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡയറ്റോമിക് ആയതുകൊണ്ട് 5 ആണ്. സോ 5/2 RT പ്ലസ്. ബട്ട് അബൌട്ട് ഫോർ ദ സെക്കൻഡ് കേസ് ഇറ്റ് ഈസ് ആർഗോൺ. മോണറ്റോമിക് ആണ്. അതുകൊണ്ട് തന്നെ ഹൗ മെനി മോൾസ് ഇറ്റ് ഈസ് ബിക്കംസ് 4 ഇൻറ്റു മോണോറ്റോമിക് വരുമ്പോൾ നമുക്കറിയാം അത് 3/2 RT ആണ്. സോ അങ്ങനെ വരുമ്പോൾ യു ഗെറ്റ് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു 5 RT പ്ലസ് 6 RT. യു ഗെറ്റ് ദ ആൻസർ എസ് ഇസ് ഈക്വൽ ടു 11 RT. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻറ്റുകളാണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞത്.
ഇനി നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് വേവ്സ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, 2 ടൈപ്പ് ഓഫ് നമ്മുടെ NCERT ബേസ് ചെയ്തിട്ട് മെക്കാനിക്കൽ വേവ്സും നോൺ മെക്കാനിക്കൽ വേവ്സും. അവിടെ ഓർക്കേണ്ട ബേസിക് ആയിട്ടുള്ള കണ്ടൻറ് എന്ന് പറയുന്നത്, മെക്കാനിക്കൽ വേവ്സ് വരുമ്പോൾ ഓർക്കുക ദ മീഡിയം ഈസ് നെസസറി. പക്ഷേ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഓർക്കുക ദ മീഡിയം ഈസ് നോട്ട് നെസസറി. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അത് വേഗത്തിലൂടെ മൂവ് ചെയ്യുമെന്നുള്ള കാര്യം, അവിടെ അതൊരു ട്രാൻസ്വേഴ്സ് കോൺസെപ്റ്റ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. ഏറ്റവും ബേസിക്കോടെ ഒരു മെക്കാനിക്കൽ വേവിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ മീഡിയത്തിലെ പാർട്ടിക്കിളെല്ലാം ഓസിലേഷൻസ് നടത്തുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷേ മാറ്ററിന് മൂവ്മെൻ്റ് ഇല്ല എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരണം. എനർജി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്, പക്ഷേ മോളിക്യൂൾസ് അവിടെ തന്നെ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു, ആറ്റംസ് എന്നുള്ള കാര്യം മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഈച്ച് പാർട്ടിക്കിൾ റിസീവ് ദ ഡിസ്റ്റർബൻസ് എ ലിറ്റിൽ ലേറ്റ്, ഒരല്പ ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ മോളിക്യൂൾ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരല്പസമയം കഴിഞ്ഞാണ് അടുത്ത ആൾക്കാർക്കേക്ക് അത് കിട്ടുക എന്നുള്ള കോൺസെപ്റ്റ് മറക്കണ്ട. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം, ആ വേവ് ആ ഒരു മീഡിയത്തിലെ വേവിൻ്റെ സ്പീഡ് റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ പാർട്ടിക്കിളുടേതല്ല. പാർട്ടിക്കിൾ SHM നടത്തുകയാണ്, അതുകൊണ്ട് തന്നെ ആക്സലറേറ്റഡ് ഡീസലറേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവൻ സിമ്പിൾ ഹാർമോണിക് നടക്കുന്നത് കൊണ്ട് സ്പീഡിന് വ്യത്യാസമുണ്ടാകുമെന്നുള്ള കോൺസെപ്റ്റ് മറക്കണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മെക്കാനിക്കൽ വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇലാസ്റ്റിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനർഷ്യ ഉണ്ടായിരിക്കണം, മിനിമം ഫ്രിക്ഷനേ പാടുള്ളൂ. അത് ബേസിക്കോടെ നമ്മുടെ മനസ്സിൽ വരേണ്ട കണ്ടൻ്റാണ്. ന്യൂട്ടൻ്റെ ഫോർമുല നമുക്കറിയാം. He considered that sound waves propagated isothermically. പക്ഷേ കിട്ടിയ റിസൾട്ട് നമ്മുടെ എക്സ്പെരിമെൻ്റ് റിസൾട്ടുമായിട്ട് യോജിക്കുന്നില്ല. അപ്പോഴാണ് ലാപ്ലേസ് കറക്ഷൻ നടത്തിയത്. അഡയബാറ്റിക്കലി ക്വിക്ക് പ്രോസസ്സാണെന്ന് പറഞ്ഞു. സോ ഇക്വേഷൻ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. ആ ഒരു ഇക്വേഷൻ ഒന്ന് ഓർമ്മയിരിക്കട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ലാപ്ലേസിൻ്റെ കറക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗാമ ദാറ്റ് ഈസ് P ഡിവിഷൻ ബൈ റോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റാണ്, ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ ലാപ്ലേസ് കറക്ഷൻ ഒന്ന് ഓർക്കുക. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ്. അപ്പോൾ അത് എപ്പോഴും ഓർത്തിരിക്കുക. നമുക്ക് സൗണ്ട് തന്നെ നമ്മൾ സാധാരണ രൂപത്തിൽ എയറിലൂടെ 330 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ അത് വാട്ടറിലൂടെ പോകുമ്പോൾ 1500 ആണ്. അത് അയൺ മെറ്റീരിയലിലൂടെ പോകുമ്പോൾ 5000 ആണ്. സോ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് മാക്സിമം ഇൻ ഡെൻസിറ്റി കൂടുന്ന കോൺസെപ്റ്റിൽ. അതിൽ ഇലാസ്റ്റിസിറ്റി കൂടുതലാണ് ആർക്ക്, നമ്മുടെ സോളിഡിന് കമ്പയർഡ് ടു ദാറ്റ്. സോ ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഓർമ്മയിരിക്കട്ടെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സാധാരണ രൂപത്തിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ പറയുകയാണ്. എഫക്റ്റ് ഓഫ് പ്രഷർ, ഡെൻസിറ്റി, ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ടെമ്പറേച്ചറാണ്. അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ദാറ്റ് സ്പീഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഗാമ RT ഡിവിഷൻ ബൈ M ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം, ഗാമ P ബൈ റോ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറുമായിട്ടുള്ള കണക്ഷൻ ഒന്ന് ഓർമ്മയിരിക്കട്ടെ. അത് നമ്മൾ അബ്സലൂട്ട് സ്കെയിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡിഗ്രി സെൽഷ്യസിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ V0 + 0.61 ഇൻറ്റു ഡെൽറ്റ തീറ്റ ആയിട്ട് ഈ റിലേഷൻ ഒന്ന് ഓർക്കുക. ഓരോ ഡിഗ്രി ചേഞ്ച് ചെയ്യുന്ന സമയത്തും അവൻ്റെ മീറ്റർ/സെക്കൻഡിൽ 0.61 മീറ്റർ/സെക്കൻഡ് സ്പീഡ് വേരി ചെയ്യുമെന്നുള്ള കാര്യം ഓർക്കുക. ഇത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്പീഡ് ഓഫ് സൗണ്ട് ആണെന്നുള്ള കണ്ടൻറ്റ് മറന്നു പോകരുത്. പ്രഷറും റോയുമായിട്ടുള്ള കണക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗാമ P ബൈ റോയുമായിട്ടാണ് കണക്ഷൻ വരിക. നമുക്കറിയാം ഒരു ഡെഫിനിറ്റ് കേസിൻ്റെ പ്രഷർ കൂട്ടുമ്പോൾ ഡെൻസിറ്റിയും കൂടുകയല്ലേ. അതുകൊണ്ട് തന്നെ പ്രഷർ ഡെൻസിറ്റി ഒരുമിച്ച് അവർ ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ ഒരു പെർട്ടിക്കുലർ പ്രഷർ നമ്മളിപ്പോൾ അറ്റ്മോസ്ഫിയറിക് കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റിയുമായിട്ട് ഇൻവേഴ്സ്ലിയാണ് വിത്ത് റൂട്ട്. അപ്പോൾ മോയ്സ്ചർ കണ്ടൻ്റുള്ള എയർ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ ഡെൻസിറ്റി ഓഫ് ഡ്രൈ എയർ എന്ന് പറയുന്നത് 1.293 ദാറ്റ് മച്ച് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കൊടുക്കുകയാണെങ്കിൽ
അത് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതായിട്ട് വരുമ്പോൾ സ്വാഭാവികപരമായിട്ടും വാട്ടർ കണ്ടൻറ്റ് ഉള്ള എയറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.8 kg/m³ ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെൻസിറ്റിയുമായിട്ട് ഇൻവേഴ്സ്ലി ആയതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ് എയറിൻ്റെത് ഡെൻസിറ്റി കുറവായതുകൊണ്ട് സ്പീഡ് കൂടുതലായിരിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ദെൻ നമുക്ക് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ബേസിക്കോടെ നമുക്കറിയാം ദ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് A/sin ωt - kx. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻ്റാണ്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ -kx ആണ്. അതേസമയത്ത് നെഗറ്റീവ് എക്സ് ആക്സിസിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്ലസ് സൈൻ വരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അവിടെ ഒമേഗ എന്ന് പറയുന്നത് ആങ്കുലർ ഫ്രീക്വൻസിയാണ്, 2πf ആണ്, 2π/t ആണ്. കെ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ആങ്കുലർ വേവ് നമ്പറാണ്, 2π/λ ആണ്. സോ ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ് അല്ലെങ്കിൽ 2π/t ആണ്. കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ട കണ്ടൻ്റാണ്. ഈ വർഷവും സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. കെ എന്ന് പറയുന്നത് 2π/λ ആണ്, ഓർക്കുക. അപ്പോൾ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്രീക്വൻസി ഒരു വേവ്, അത് സൗണ്ട് ആയിക്കോട്ടെ ലൈറ്റ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഫ്രീക്വൻസിയെ ആർക്കും ഏത് മീഡിയത്തിലൂടെ പോയാലും മാറ്റമില്ല എന്നുള്ള കരുതൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രൊഡക്ഷൻ യൂണിറ്റിന് മാത്രമേ അതിനെ മാറ്റാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർക്കുക. ദ നെക്സ്റ്റ് വൺ, ലുക്ക് ഹിയർ. ദ വേവ് ഡിസ്ക്രൈബ്ഡ് by y is equal to 0.25 sin 10πx minus 2πt. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടൻ്റാണ്. അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതിയാൽ a sin kx minus ωt. നമ്മുടെ ചോയ്സസ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ഫ്രീക്വൻസി, വേവ് ലെന്ത്, ആംപ്ലിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ച് നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് 0.25 മീറ്റർ ആയിട്ട് നമുക്കെടുക്കാം. kx മൈനസ് ωt ആണ് അല്ലേ. അപ്പോൾ മൈനസ് കോണ്ടൻറ്റ് വരുമ്പോഴതും പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് മൂവ്മെൻറ്റ്. യെസ്, അപ്പോൾ അങ്ങനെപ്പോൾ തന്നെ ബിയും സിയും മാത്രമേ ആൻസർ ആയിട്ടുള്ളൂ. പിന്നെ ഫ്രീക്വൻസിയെക്കുറിച്ച് നമുക്കറിയണം അല്ലേ. ഫ്രീക്വൻസി ഒമേഗയാണ് അല്ലേ. അപ്പോൾ ഒമേഗ ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് 2π ആണ്. അപ്പോൾ 2πfൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2π ആണ്. അപ്പോൾ 2π കണ്ടൻറ്റ് വെട്ടിയാൽ എഫിൻ്റെ വാല്യൂ 1 ഹെർട്സ് ആയിട്ട് നമുക്ക് കിട്ടി. അതേ കോൺസെപ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വേവ് ലെന്ത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ അത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ് വേണ്ടത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/λ ആണ്. അപ്പോൾ 2π/λ എന്ന് പറയുന്നത് 10π ആണ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് 2/10 ആണ്, 0.2 ആണ്. സോ നമുക്ക് കൃത്യമായിട്ട് ആൻസർ എത്തിക്കഴിഞ്ഞു. യെസ്, എക്സാക്ട്ലി ദ തേർഡ് ഓപ്ഷൻ ആസ് ദി ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർക്ക്. A wave traveling in the positive x direction having displacement along y direction as 1 meter and wavelength 2πm and frequency 1/π. അപ്പോൾ 4 ചോയ്സ് എടുത്താലും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണല്ലേ. ഗുഡ്. അപ്പോൾ ഒരു ഒമേഗയൊക്കെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. അപ്പോൾ 2π ഇൻറ്റു ഫ്രീക്വൻസി 1/π ആണ്. അപ്പോൾ 2 ആയിരിക്കണം. 3 ചോയ്സോളം സെയിം ആണ്. ഇനി കെ വേണം അല്ലേ. കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് 2π/λ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/λ ഈസ് 2π. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ അവർ ഫോർത്ത് ഓപ്ഷൻ ആസ് ദി ആൻസർ. സോ നമ്മുടെ നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. നെക്സ്റ്റ് വൺ, 2 waves that are represented by the equations as y1 a sin ωt plus kx plus 0.57. അപ്പോൾ അവിടെ ഒരു φ1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദ ഫേസ് ഓഫ് ദ വേവ് ദാറ്റ് ഈസ് ωt പ്ലസ് kx പ്ലസ് 0.57.
ആൻഡ് y2 a cos. അപ്പോൾ അതിനെ നമുക്ക് സൈനായിട്ട് എഴുതാം അല്ലേ? യെസ്. അപ്പോൾ y2വിനെ നമ്മൾ എഴുതുമ്പോൾ a സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് π/2. അപ്പോൾ നമ്മൾ സൈനിൻ്റെ രൂപത്തിലേക്ക് എത്തും. ഒരേ ഫംഗ്ഷനിലേക്ക് മാറ്റണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ അവൻ്റെ ഫേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് 5/2 ആണ്. And our aim is to find what is the phase difference as a 5/2 minus 5/1. That is equal to. So that is equal to. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇവനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരേപോലത്തെ കണ്ടൻറ്റ് നമുക്ക് കട്ട് ചെയ്യാം. സോ π/2 minus 0.57. So that is equal to 3.14/2. So 1.57 minus 0.57. So you get the value as 1 radian. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഓർക്ക്. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് വി നീഡ് ടു ഫൈൻഡ് ദ റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. അപ്പോൾ നമുക്ക് രണ്ട് കേസസ് മനസ്സിലേക്ക് എടുക്കണം. ഒന്നാമത്തത് ഒരു റിജിഡ് ബൗണ്ടറി എന്ന് പറയുമ്പോൾ നന്നായിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ഒരെണ്ണം ഒരു ഓപ്പൺ ബൗണ്ടറി, ഒരു ഫ്രീ എൻഡ് എന്ന് വിചാരിക്കുക. സോ ആ വേവ് ഒരു റിജിഡ് ബൗണ്ടറിയിൽ വന്നിടിക്കുമ്പോൾ ഇറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് ഓൾസോ ഒരു π° ഇൻവേർഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ സ്ഥാനത്ത് റിഫ്ലക്ഷൻ ഈ ബാക്കിലേക്ക് മാത്രം നടക്കുന്നു, പക്ഷെ അതിൻ്റെ അതേ പാറ്റേണിൽ തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് വരുമ്പോൾ ഓർക്കണേ, അതൊരു റിജിഡ് ബൗണ്ടറി ആണെങ്കിൽ പൈ ഫേസ് ഡിഫറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ്, മറന്നു പോകരുത്. അടുത്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം ദ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ആണ്. അപ്പോൾ അവിടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത് ഒരു പാർട്ടിക്കിളിലേക്ക് രണ്ട് ഡിസ്റ്റർബൻസുകൾ കൊടുക്കുകയാണെങ്കിൽ ദ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓൺ ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ദ വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ്. എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്നത് y1 പ്ലസ് y2 ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് അവരുടെ ആംപ്ലിറ്റ്യൂഡ് A1 A2 ആണെങ്കിൽ ദ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ആ വെക്ടർ കോൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും. A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 ഇൻറ്റു cos 5. ഓർത്തിരിക്കുക, കിട്ടാവുന്നതിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വിൽ ഹാപ്പൻ വെൻ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം ബിക്കം 0 ആൻഡ് ഹെൻസ് ദറ്റ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് A1 പ്ലസ് A2 ആയിരിക്കും. മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 180 ഉള്ള ഫേസ് ഡിഫറൻസ് ആയിരിക്കും. ദ ക്രസ്റ്റ് ഫോൾസ് ഓവർ ദ ട്രഫ് ഓഫ് അനദർ. ദ ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് മിനിമം. സോ മിനിമം എന്ന് പറയുന്നത് A1 ബട്ട് ഡിഫറൻസ് A2 ആയിരിക്കും. ഇൻ ദ സെയിം മാനർ വാട്ട് അബൌട്ട് ദ ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവ്സിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അത് ബേസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദാറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 cos 5. അതുകൊണ്ട് തന്നെ അവയുടെ മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഫേസ് 0 ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് √I1 പ്ലസ് √I2 ദ ഹോൾ സ്ക്വയർ. ആൻഡ് സിമിലർലി I മിനിമ എന്ന് പറയുന്ന കണ്ടൻറ്റ് വരുമ്പോൾ ഓർക്ക് തിരിക ദാറ്റ് √I1 ഡിഫറൻസ് √I2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് റിസൾട്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കേസസ് പരീക്ഷയ്ക്ക് വളരെ ഫ്രീക്വൻ്റ് ആണ് ഇത്തരം ചോദ്യങ്ങൾ. അതോടൊപ്പം അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കണ്ടൻ്റാണ് എന്താണ് ദ ബീറ്റ്സ്. അപ്പോൾ ബീറ്റ്സ് എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ എപ്പോഴും ഓർക്കുക, നിയർലി ഈക്വലായിട്ടുള്ള 10 ഹെർട്സിൽ ഡിഫറൻസ് ഉള്ള, അതിനേക്കാൾ ചെറുതാകാനേ പാടുള്ളൂ, ആ രണ്ട് ഫ്രീക്വൻസിയുള്ള ഒരേ ചെറിയ നിയർലി ഡിഫറൻസ് ഉള്ള സൗണ്ട് വേവ്സുകൾ ഒരുമിച്ച് ചേരുമ്പോഴുണ്ടാകുന്ന വാക്സിങ് ആൻഡ് വാനിങ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി പീരിയോഡിക് ചേഞ്ചസ് ഇൻ ഇൻറ്റൻസിറ്റി, അതിനെയാണ് നമ്മൾ പറയുന്നത് ബീറ്റ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സൗണ്ടിങ്ങിനെ കൂടുതലും കുറവും ആയിക്കൊണ്ടേ ഇരിക്കുന്ന പ്രോസസ്സ്. അവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസിയാണ്. ദാറ്റ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസീസ് ആയിരിക്കും.
അതിൻ്റെ ടൈം പീരീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ആസ് 1/f1 - f2. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻ്റാണ്. ആ ഇക്വേഷൻ ഈ വർഷം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഓർത്തിരിക്കുക. ഇനി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സ്റ്റേഷണറി വേവ്സിലെ സ്റ്റാൻഡിങ് വേവ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. സൂപ്പർ പൊസിഷൻ കോൺസെപ്റ്റ് തന്നെയാണ് ഒരു വേവും അതിൻ്റെ റിഫ്ലക്റ്റഡ് വേവും തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോൾ ആ റിഫ്ലക്റ്റഡ് വേവ് റിജിഡ് ബൗണ്ടറി ബേസ് ചെയ്താകാം, ഫ്രീ എൻഡിൽ നിന്ന് വരുന്ന വേവ്സുകളാകാം. സോ വാട്ട് ഓർ മേ ബി ദ കേസ്, റിഫ്ലക്ഷൻ ആയിട്ടുള്ള രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരേ ഫ്രീക്വൻസിയുള്ള ഒരേ ആംപ്ലിറ്റ്യൂഡുള്ള വേവ്സുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന വേവ്സാണ് സ്റ്റേഷണറി. ആ സ്റ്റേഷണറി വേവ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കിയേ, ഇത് 3 തേർഡ് ഹാർമോണിക്സ് ആയിട്ടാണ് പറയുന്നത്. അവിടുത്തെ ഏറ്റവും ബേസിക്കോടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട 1-2 ടേമുകൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണ്. സോ വാട്ട് ഈസ് കോൾഡ് ദ നോട്ട്സ്. ഇവയാണ് നമ്മൾ വിളിക്കുന്നത് ആൻറ്റി നോട്ട്സ്. അപ്പോൾ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത് ഈ നോട്ട്സ്. അവിടെ ദ പ്രഷർ ഈസ് മാക്സിമം, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മിനിമം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മോളിക്യൂൾസ് ഒരു കാരണവശാലും ആറ്റംസ് മൂവ് ചെയ്യത്തില്ല, വൈബ്രേറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള വൈബ്രേറ്റർ കോൺസെപ്റ്റ് അങ്ങോട്ടോ അവിടെ നിന്നുള്ളത് ഇങ്ങോട്ടോ എനർജി ട്രാൻസ്ഫർ നടക്കത്തില്ല. ആൻഡ് ഹെൻസ് ദ നെയിം ആസ് സ്റ്റാൻഡിങ് വേവ്സ്. അതിൻ്റെ ഓരോ കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്ന് മനസ്സിലേക്ക് എടുക്കേണ്ട കണ്ടൻ്റാണ്, ഓർത്തിരിക്കുക. ലുക്ക് കെയർഫുള്ളി. ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ള കണ്ടൻ്റ് ഒന്ന് നമുക്ക് മനസ്സിലേക്ക് എടുക്കാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ദ ഫസ്റ്റ് മോഡാണ് നമുക്കിവിടെ കണ്ടിരിക്കുക. അപ്പം സ്വാഭാവികപരമായിട്ട് നമുക്കറിയാം 2 നോഡുകൾ തമ്മിലുള്ള അകലം λ/2 ആണ്. അപ്പോൾ ഇവിടുത്തെ ആ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് യൂസ് ചെയ്യുന്നത് λ/2 ആയിട്ടാണ്. അപ്പോൾ വേവ് ലെന്ത് 12 ആയിട്ട് മാറി. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്പീഡ് ഡിവിഷൻ ബൈ അവിടുത്തെ വേവ് ലെന്ത് 12 ആണ്. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ മോഡ് എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ മോഡ് എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ, ദ സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഐഡിയ ഇങ്ങനെയാണ്. ഇതാണ് അവിടെ നടക്കുന്ന കോൺസെപ്റ്റ്. അപ്പോൾ സെക്കൻഡ് മോഡ് ഓഫ് കോൺസെപ്റ്റ് വരുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അവിടെ കേസ് വരുമ്പോൾ ആ ലെങ്ത് L എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെ രണ്ടാമത്തെ സെക്കൻഡ് മോഡ് വരുന്ന സമയത്ത് അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡയ്ക്കാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടുത്തെ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ദ V ഡിവിഷൻ ബൈ S L തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു L2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2f1 എന്ന് കിട്ടി. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ തേർഡ് ഹാർമോണിക്കിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ തേർഡ് കേസ് എന്ന് പറയുന്നത് നമുക്ക് തേർഡ് ഹാർമോണിക് എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് ദ ഫണ്ടമെൻ്റൽ ആയിരിക്കും. സോ 3 ഇൻറ്റു ദാറ്റ് V ഡിവിഷൻ ബൈ 12 ആയിരിക്കും. അപ്പോൾ എല്ലാ ഹാർമോണിക്സുകളും നമ്മുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ സ്റ്റാൻഡിങ് വേവ്സിന് പോസിബിളാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് കണ്ടൻ്റാണ്. അവിടുത്തെ സ്പീഡിനെ കുറിച്ചൊന്ന് ഓർത്തിരിക്കുക. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ ആസ് T ഡിവിഷൻ ബൈ മ്യൂ ആണ്. അവിടെ മ്യൂ എന്ന് പറയുന്നത് ലീനിയർ ഡെൻസിറ്റിയാണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് അവിടെ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. പക്ഷേ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം, ഓർഗൺ പൈപ്സിൻ്റെ കേസസ് എടുക്കുമ്പോൾ 2 തരത്തിലുള്ള കേസസ് നമുക്ക് നീറ്റ് സിലബസ് പ്രകാരം നമുക്ക് പറയാം. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം ഓപ്പൺ എൻ, അതോടൊപ്പം തന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് വൺ. അപ്പോൾ ഓപ്പൺ കേസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓപ്പൺ എൻഡ് വരുന്നിടത്തെല്ലാം ആൻറ്റിനോഡ് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു സ്റ്റാൻഡിങ് പാറ്റേൺ വരയ്ക്കുമ്പോൾ ഇതായിരിക്കും അവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു നോഡും 2 ആൻറ്റിനോഡുമാണ്. അപ്പോൾ ഇതിൻ്റെ നെറ്റായിട്ടുള്ള, അപ്പോൾ ഈ ഒരു സെക്ഷൻ ഒരു നോഡും ആൻറ്റിനോഡും തമ്മിലുള്ള സെപ്പറേഷൻ λ/4 ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇതെന്ന് പറയുന്നത് എക്സാക്റ്റ്ലി λ/2 ആണ്. അപ്പോൾ നമ്മുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന് സംഭവിച്ച അതേ കേസസ് ഇവിടെയും ബാധകമാണ്.
അപ്പോൾ ഒരു ഓപ്പൺ പൈപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓൾ ഹോർമോണിക്സും പ്രസൻ്റ് ആണ്. അപ്പം ഇവിടെ നമുക്ക് ഫണ്ടമെൻ്റലാണ്, ഇത് F2 ആണ്, ഇത് F3 ആണ്, ഇത് F4 ആണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാം. അപ്പോൾ ഇതിനെല്ലാം ഹാർമോണിക്സുകളായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് വൺ, അങ്ങനെ ലൈക്ക് ദാറ്റ്. പക്ഷേ ഇതിൻ്റെ മുകളിലുള്ള ഓരോ ഹയർ ഫ്രീക്വൻസിയും വിളിക്കുന്ന പേര് ഓവർടോൺ എന്നാണ്. അപ്പോൾ ഈ F2വിനെ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് ഓവർടോൺ എന്നാണ്, എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാർമോണിക് എന്നർത്ഥം. അതേപോലെ തേർഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ അത് ഓർമ്മയിരിക്കട്ടെ, അത് നമ്മുടെ സെക്കൻഡ് ഓവർടോൺ ആണ്. അതേപോലെ നമ്മുടെ ക്ലോസ്ഡ് വണ്ണിലേക്ക് പോകുമ്പോൾ സൂക്ഷിച്ച് ചെയ്യാൻ പാടുള്ളൂ. കാരണം അവിടെ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് അവിടെ പോസിബിൾ ആകുന്ന നമ്മളുടെ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഇങ്ങനെയാണ്. അപ്പോൾ ആ വേവ് പാറ്റേൺ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലെങ്ത് എന്ന് പറയുന്നത് λ/4 ആണ്. അപ്പോൾ L എന്ന് പറയുന്നത് λ/4 ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/λ എന്ന് പറയുന്നത് 4L ആയി മാറും. അപ്പോൾ അതേ സിറ്റുവേഷനിൽ നമ്മൾ തൊട്ടടുത്ത ഹാർമോണിക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു സെഗ്മെൻറ്റ് ആഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഈ ലെങ്ത് യൂസ് ചെയ്യുന്നത് 3 × λ/4 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് 4L/3 ആയി. അപ്പം നമ്മുടെ രണ്ടാമത്തെ മോഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എഴുതുമ്പോൾ V/λ എഴുതുമ്പോൾ 4L/3 ആണ്. എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി തേർഡ് ഹാർമോണിക്കാണ്. സെക്കൻഡ് മോഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് തേർഡ് ഹാർമോണിക്കാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈവൻ ഹാർമോണിക്കുകളെല്ലാം തന്നെ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഓഡ് ഹാർമോണിക്സുകൾ മാത്രമേ അവിടെ പോസിബിൾ ആകൂ എന്നൊരു കോൺസെപ്റ്റ് മനസ്സിൽ ഓർക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു എൻഡ് മാത്രം ഓപ്പൺ ആയിട്ടുള്ളതിൽ F1 കഴിഞ്ഞാൽ പിന്നെ F3 ആണ്, പിന്നെ F5 ആണ്, പിന്നെ F7 ആണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനെയാണ് ഓവർടോൺസ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം, ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത് തേർഡ് ഹാർമോണിക്കാണ്, സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുന്നത് ഫിഫ്ത്ത് ഹാർമോണിക്കാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻ്റാണ്, അത് ഓർത്ത് വെക്കുക. നമ്മുടെ പ്രത്യേകിച്ച് ഈ ഓർഗൻ പൈപ്പൊക്കെ ഉള്ള എല്ലാ കേസസും തന്നെ കൃത്യമായിട്ടൊന്ന് പിക്ചറൈസ് ചെയ്ത് മനസ്സിലോർത്താൽ അത് നല്ലതായിരിക്കും. അപ്പം ഇത്തരം കേസസുകൾ ഒന്ന് മെമ്മറൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ ഇതാണ് പല കേസസ് വരുന്നത്, നമ്മളത് കണ്ടു കഴിഞ്ഞു. എക്സ്പെരിമെൻ്റൽ കേസസ് കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഓർത്തിരിക്കേണ്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് ലുക്ക് കെയർഫുള്ളി ദ റെസൊണൻസ് ട്യൂബ്. റെസൊണൻസ് കോളം എക്സ്പെരിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ആക്ച്വലി വേരിയിങ് നമ്മുടെ എയർ കോളത്തിൻ്റെ ലെങ്ത് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഈ കേസുകളെല്ലാം തന്നെ നമ്മൾ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓർക്കുക, നമ്മൾ നോർമൽ കേസസിൽ ഈ വാൽവ് ഓപ്പൺ ആകുന്ന സമയത്ത് ഇവിടെ നിന്ന് എയർ, ഇവിടെ നിന്ന് വാട്ടർ ഈ ട്യൂബിലൂടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ വാട്ടർ കണ്ടൻറ്റ് താഴോട്ട് വരുമ്പോൾ എയർ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മൾ ഒരു ട്യൂണിങ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടുത്തെ എയർ കോളം വൈബ്രേറ്റ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ലെങ്ത് ഓഫ് കോളം വരുമ്പോൾ ആ ട്യൂണിങ് ഫോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് അവിടുത്തെ സൗണ്ട് വേവ്സ് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസൊണൻസ് സംഭവിക്കും. ആ സൗണ്ട് കേൾക്കുന്ന ലെങ്തിനെയാണ് നമ്മുടെ ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് ആയിട്ട് നമ്മൾ പറയുക. അപ്പോൾ ഈ ലെങ്താണ് നമ്മുടെ L1 എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ വെള്ളം ഡ്രെയിൻ ഔട്ട് ആക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അതിനെയാണ് നമ്മൾ സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് എന്ന് നമ്മൾ പറയാം. L2 എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു 3 times λ/4. വീണ്ടും റെയിൻ ഡാറ്റ ആകുമ്പോൾ അടുത്ത കേസായിട്ട് നമുക്ക് പറയാം ദാറ്റ് ഈസ് L3. അവിടെ നമ്മൾ ഏറ്റവും ബേസിക്കോടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, 2 ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാനുള്ള സാധ്യതയുണ്ടാവും. ഒന്നാമത്തെ കണ്ടൻറ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റാൻഡിങ് വേവ്സിൻ്റെ പാറ്റേൺ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആൻറ്റി നോഡുകൾ ലിറ്റിൽ ബിറ്റ് മുകളിലാകാനാണ് സാധ്യത വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, യഥാർത്ഥ L1-നോടൊപ്പം ഇവർ തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്.
അതിനെ വിളിക്കുന്ന പേരാണ് എൻഡ് കറക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, L1 പ്ലസ് ഇ ആണ് യഥാർത്ഥത്തിൽ λ/4 എങ്കിൽ സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയാം 3 × λ/4. ഇവർ തമ്മിലൊന്ന് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ L2 - L1 എന്ന് പറയുന്നത് 3 λ/4 - λ/4 λ/2 ആയി മാറി. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് വേവ് ലെന്ത് കിട്ടിക്കഴിഞ്ഞു. λ = 2 × L2 - L1. റെസൊണൻസ് എക്സ്പെരിമെൻറ്റിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ. സോ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ടു ബി ദാറ്റ് V = ആ ഉപയോഗിച്ച ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക് ഇൻറ്റു ലാംഡയാണ്. സോ 2f × L2 - L1. ഇത് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. How to find the velocity of the sound in air, and the next one to find how to find the end correction. ഈ രണ്ട് റിലേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് എൻഡ് കറക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദാറ്റ് AE is equal to L2 - 3L1 ദാറ്റ് ഡിവിഷൻ ബൈ 2. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So we can move with the next question. A good question is waiting. In a guitar, two strings A and B made of the same material are slightly out of tune and produce beats of frequency 6. അപ്പം എയും ബിയും എന്ന് പറയുന്നത് രണ്ട് കേസസ് ആയിട്ട് നമുക്കെടുക്കാം. അവർ തമ്മിൽ ഒരു ബീറ്റ് ഫ്രീക്വൻസി 6 ഉണ്ടാകുന്നുണ്ട്. സോ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസിയാണ്. അപ്പോൾ അവിടെ ഒരു ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം NA ആണോ വലുത് NB ആണോ വലുത് എന്നുള്ള തരത്തിൽ. അതുകൊണ്ട് ഞാൻ രണ്ട് കേസസ് പോസിബിൾ ആണെന്ന് പറഞ്ഞു. ഇത് തന്നിരിക്കുന്ന കണ്ടൻറ്റാണ്. അപ്പോൾ എപ്പോഴും ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസിയാണ്. അത് നമുക്ക് ഒരെണ്ണം വലുതായിരിക്കും, ഒരെണ്ണം ചെറുതായിരിക്കണം. പക്ഷേ രണ്ട് കേസസ് വന്നു. പിന്നെ പറയുകയാണ് വെൻ ടെൻഷൻ ഇൻ B ഈസ് സ്ലൈറ്റ്ലി ഡിക്രീസ്ഡ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓർക്കുക, ഒരു സ്ട്രെച്ച്ഡ് ഒരു സ്ട്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ദ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/s 2L × √V എന്ന് പറയുന്നത് T ഡിവിഷൻ ബൈ μ ആണ്. ദാറ്റ് ഈസ് N ഈസ് പ്രൊപ്പോർഷണൽ ടു √T ആണ്. ഇവിടെ ടെൻഷൻ ഓഫ് B എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ NB കുറഞ്ഞു എന്ന് അർത്ഥം. അപ്പോൾ NB കുറയുമ്പോൾ ദ ബീറ്റ് ഫ്രീക്വൻസി ഇൻക്രീസസ് ടു 7. NP കുറയുമ്പോൾ ബീറ്റ് ഫ്രീക്വൻസി കൂടി. NP കുറഞ്ഞാൽ ബീറ്റ് ഫ്രീക്വൻസി കൂടി എന്നാണ് പറയുക. The frequency of A is given as 530. So we can write to be 530 - NP is equal to 6, or NP - 530 is equal to 6. ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടന്റ് പ്രകാരം NP കുറയുമ്പോൾ ബീറ്റ് ഫ്രീക്വൻസി കൂടുന്നത് ഏത് കേസാണ്? ഇവിടെ NP കുറഞ്ഞാൽ അവിടുത്തെ ഡിഫറൻസ് കുറയും. അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഇതാണ്, നമ്മുടെ ഇക്വേഷൻ അതാണ്. ഇങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് വരിക. സോ NP എന്ന് പറയുന്നത് നമുക്ക് 530 - 6 ആയിട്ട് എടുക്കാം. സോ വി ഗെറ്റ് ദ ആൻസർ as 524 Hz. സോ ദ ഫസ്റ്റ് വൺ ആസ് ദി ആൻസർ. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. നമ്മുടെ എക്സ്പെരിമെൻ്റൽ പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ട്യൂണിംഗ് ഫോക്ക്, ഇറ്റ് ഈസ് ആസ്ക്ഡ് ഓൺ 2018 ആണ്, 2018 ക്വസ്റ്റ്യൻ ആണ്. A tuning fork is used to produce resonance in a glass tube. The length of air column in this tube can be adjusted by a variable piston. At room temperature 27 degrees Celsius, two successive resonances are produced at 20 centimeter and 73 centimeter. If the frequency of the tuning fork is 320 Hz, വെലോസിറ്റി ടെമ്പറേച്ചറുമായിട്ടുള്ള ഡിപ്പെൻഡബിലിറ്റി ഒന്ന് ഓർക്കുക. അവിടെ നമ്മൾ പറഞ്ഞ കണ്ടന്റ് ഓർക്കണം. ദാറ്റ് VT is equal to V0 പ്ലസ് 0.61 ദാറ്റ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇത് ഒന്ന് ഓർമ്മയിരിക്കട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നുള്ള ഡിഫറൻസ് ആണ് കേട്ടോ, ഡെൽറ്റ തീറ്റ കൊണ്ട് ഉദ്ദേശിച്ച്. അതുപോട്ടെ, നമുക്കറിയാം വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2f × L2 - L1 ആണെന്ന് നമ്മൾ ജസ്റ്റ് മുന്നേ കണ്ടതേ ഉള്ളൂ അല്ലേ. സിമ്പിളായിട്ട് ആൻസറായി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ദ F ഈസ് ഗിവൻ ആസ് 320 ഇൻറ്റു L2 ദാറ്റ് ഈസ് 73 - 20.
that much centimeter, keep in mind, 10 to the power of minus 2. That is equal to 640 into 73 minus 20, that is equal to 53, that much into 10 to the power of minus 2. And after solving, you get the value 339 meter per second. So we can quote the second option as the answer. അപ്പോൾ നമ്മുടെ റെസൊണൻസ് കോളം എക്സ്പെരിമെൻ്റ് ഒരു പ്രധാനപ്പെട്ട കണ്ടൻ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The fundamental frequency in an open organ pipe is equal to the third harmonic of a closed organ pipe. If the length of the closed organ pipe is 20 centimeter, the length of the open organ pipe is. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഓപ്പൺ ഓർഗൻ പൈപ്പാണ് ആദ്യം. അവിടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ ഓർഗൻ പൈപ്പ് ഈസ് ഈക്വൽ ടു തേർഡ് ഹാർമോണിക് ഓഫ് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം, ഓപ്പൺ ഓർഗൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച്ഡ് സ്ട്രിങ് മാതിരിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ ക്ലാരിറ്റിയോടെ നമുക്ക് കോൺസെപ്റ്റ് കൊടുക്കാൻ, ഓപ്പൺ ഓർഗൻ പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ വി ഡിവിഷൻ ബൈ 2 ഇൻറ്റു LO എന്ന് കൊടുക്കുകയാണ്. അത് എന്തിന് ഈക്വലായിട്ട് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുക? ഇറ്റ് ഈസ് ഈക്വൽ ടു ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പുമായിട്ട് അതിൻ്റെ തേർഡ് ഹാർമോണിക്കാണ്. അപ്പോൾ തേർഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു വി ഡിവിഷൻ ബൈ 4 ഇൻറ്റു S, ദാറ്റ് ഈസ് ദ ക്ലോസ്ഡ് വൺ. സോ വി നമുക്ക് കട്ട് ചെയ്ത് കളയാം, 2 കട്ടാകാം. സോ 1/LO എന്ന് പറയുന്നത് 3/2 ഇൻറ്റു LC ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദ ഓപ്പൺ ഓർഗൻ പൈപ്പ്. സോ LO എന്ന് പറയുന്നത് 2 ഇൻറ്റു LC/3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ടൈംസ് ഓഫ് LC. സോ LC become is equal to 20 centimeter. That is equal to the 40/3. That is equal to 13.2 centimeter. So, dear students, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിൻഡ് ടോപ്പിക്കുകളാണ് നമ്മൾ കണ്ടത്. 4 പ്രധാനപ്പെട്ട കേസസ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകളും അതിന് റെലവൻ്റായി നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനുകളും നിങ്ങളുടെ കയ്യിലേക്ക് എത്തി. വളരെ ശ്രദ്ധയോടെ പ്രിപ്പയർ ചെയ്യുക. ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുതേ. അത് ഫിസിക്സ് ആയിരുന്നാലും അല്ലെങ്കിൽ കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും എല്ലാം റെലവൻ്റ് തന്നെയാണ്. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ബ്രില്യൻറ്റിൻ്റെ വിജയ ആശംസകൾ. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.